പരുന്ത് ഈച്ചയോട് പറഞ്ഞു, ഞാൻ വലിയ ചിറകുകളുള്ള പക്ഷിയാണ്. ഞാൻ ഈ ആകാശമണ്ഡലങ്ങൾ കീഴടക്കി വാഴുന്നു. നീ സ്വപ്നം കാണാൻ പോലും അവകാശമില്ലാത്ത ഒന്നുമല്ലാത്ത പാഴ്ജന്മം. നീ വെറും ഒരു ഈച്ച. ഞാൻ വിഹരിക്കുന്ന ഉയരങ്ങളിലുള്ള ആകാശം സ്വപ്നം കാണാൻ പോലും പറ്റാത്ത വെറും ഒരു ഈച്ച. സ്വപ്നങ്ങൾക്ക് അതിർവരമ്പുകളുള്ള ഒന്നുമല്ലാത്ത വെറും ഈച്ച. ചുറ്റിലും നിന്ന പ്രാവ്, കാക്ക, പോത്ത്, പശു, എരുമ, പൂച്ച എല്ലാവരും അത് ശരിവെച്ചു. ഈച്ച ഒന്നും പറഞ്ഞില്ല. ഈ കഥ ആരംഭിക്കുന്നത് കുറെ പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ഇത് കേരളത്തിലെ ഒരു ഗ്രാമം. ഇംഗ്ലീഷ് സംസാരിക്കുവാൻ കഴിവുള്ള ഒരു പോർച്ചുഗീസുകാരൻ സായിപ്പ് കേരളത്തിലെ പച്ചക്കറികൾ, കിഴങ്ങുകൾ, പഴങ്ങൾ എന്നിവയുടെ പേര് കണ്ടുപിടിക്കാൻ നടക്കുന്ന സമയം. മാങ്ങ, മേഘ, മാങ്ങ, മേഘ, മാങ്ങ, മേഘ, മാങ്ങ, മേഘ, മാങ്ങ, മേഘ, മാങ്ങ, മേഘ, മാംഗോ, 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 അത് മാംഗോ. അത് ഈ സായിപ്പ് അതിനുശേഷം നേരെ പോയത് കുഞ്ഞിക്കണ്ണൻ എന്നയാളുടെ കപ്പത്തോട്ടത്തിലേക്കാണ്. കുഞ്ഞിക്കണ്ണൻ ആ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കർഷകനാണ്. പരമ്പരാഗതമായി കൃഷിയാണ് ഉപജീവന മാർഗം. തലമുറകൾ കൈമാറി വന്ന പാടവും കപ്പത്തോട്ടവും ഇദ്ദേഹത്തിനുണ്ട്. Hi, how are you, man? May I know the name of this tuber vegetable? ഈ സീമക്കാരൻ ഏതാരാ? ചേളേപ്പോ കുഞ്ഞാട്ട പേരെന്തെന്ന് ചോദിക്കുന്നതായിരിക്കും. അറിയാവുന്ന ഇംഗ്ലീഷില് കുഞ്ഞിക്കണ്ണൻ, കപ്പത്തോട്ടം. I was asking the name of the tuber. You are digging out. Tuber vegetable. എന്തുട്ടാ സമയം ചോദിക്കാനാ? കുഞ്ഞാട്ടാ കാരടച്ചിട്ടുണ്ടോന്ന് ചോദിക്കുന്നതായിരിക്കും. ഞാൻ കാര്യം കൊടുക്കാം. Listen, I am asking the name of the tuber. So simple. ഓ, എനിക്ക് മനസ്സിലായി, നിനക്ക് മനസ്സിലായില്ല. മനസ്സിലാവൂല. എടാ, നമ്മളിവിടെ എന്താ ചെയ്യണേന്ന്. ഇവിടെ കപ്പ തപ്പി നോക്കുക, തപ്പി നോക്കുക. Tapioca. തപ്പി നോക്കുക. Thank you. മനസ്സിലായി. അങ്ങനെ കുഞ്ഞിക്കണ്ണനാണ് കപ്പയ്ക്ക് ടാപ്പിയോക്ക എന്ന് പേരിട്ടത്. ടാപ്പിയോക്ക ലോകപ്രസിദ്ധമായി. പോർച്ചുഗീസിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും തെക്കൻ അമേരിക്കൻ ദ്വീപുകളിലും കപ്പകൃഷി ഗംഭീരമായി വ്യാപിച്ചു. കുഞ്ഞിക്കണ്ണൻ്റെ മകൻ കൃഷ്ണൻകുട്ടി തൻ്റെ മകന് സുമേഷ് എന്ന് പേരിട്ടു. സുമേഷ് എന്ന പേര് ആ നാട്ടിലൊരു നെക്സ്റ്റ് ജനറേഷൻ പേരായിരുന്നു. ആ പേര് അവിടെ വലിയ ചർച്ചാ വിഷയമായി. പുച്ഛവും പരിഹാസവും നിത്യസംഭവമായി. ഈ പേരും ചുമന്ന് ഒരു മനുഷ്യായുസ് മുഴുവൻ ജീവിച്ചു തീർക്കണമല്ലോ എന്ന ചിന്ത സുമേഷിനെ വല്ലാതെ അലട്ടി. ചിലപ്പോഴൊക്കെ സുമേഷ് തൻ്റെ അച്ഛനെ ശപിച്ചിരുന്നു. തൻ്റെ മകന് ഒരിക്കലും ഇമ്മാതിരി പേരിട്ട് തന്നെപ്പോലെ നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ചർച്ചാ വിഷയമാക്കില്ല എന്ന് സുമേഷ് ശപഥം ചെയ്തു. അച്ഛാ, കല്യാണത്തിന് മുൻപ് എൻ്റെ പേരൊന്ന് മാറ്റിക്കോട്ടെ. എന്തിനാ മോനെ മാറ്റുന്നത്? സുമേഷ് നല്ല പേരല്ലേ? തരാനുള്ള കാശ് എവിടെ? കാശ് നാളെ തരാം സുമേഷ് ഏട്ടാ. ഒരാഴ്ചയായിട്ട് നീ ഇത് തന്നെയല്ലേ പറഞ്ഞോണ്ടിരിക്കണേ? നീ ഒട്ടണ്ട. എന്താണ് സുമേഷ് ഏട്ടാ? വേണ്ട. സുമേഷ് ആദ്യമായി സിനിമാ പോസ്റ്റർ ഒട്ടിക്കുന്ന മൈദ കൊണ്ട് ഒരു പുതിയ ഭക്ഷണം കണ്ടുപിടിച്ചു. പൊറോട്ട. തീർന്നില്ല, കൂടെ ഒരു കറിയും, അതും കപ്പ വെച്ച്. സുമേഷ് തൻ്റെ കണ്ടുപിടുത്തമായ കപ്പക്കറിയും പൊറോട്ടയും തൻ്റെ അച്ഛനായ കൃഷ്ണൻകുട്ടിക്ക് കൊടുത്തു.
അങ്ങനെ പൊറോട്ടയും കപ്പക്കറിയും എന്ന ഭീകര കോമ്പിനേഷൻ തൊണ്ടയിൽ കുടുങ്ങി കൃഷ്ണൻകുട്ടി അകാല ചരമം പ്രാപിച്ചു. കപ്പക്കറി ഉണ്ടാക്കുന്നത് സുമേഷ് അതോടെ നിർത്തി. പക്ഷെ പൊറോട്ട എങ്ങനെയൊക്കെയോ മലയാളികളുടെ ദേശീയ ഭക്ഷണമായി മാറി. ആരുടെയൊക്കെയോ അച്ഛനമ്മമാരെയും മക്കളെയും സ്വർഗത്തിലേക്ക് അയക്കാൻ അവ പെറ്റുപെരുകി. അച്ഛൻ്റെ മരണം സുമേഷിനെ വല്ലാതെ അലട്ടി. തൻ്റെ മകന് അങ്ങനെ അയാൾ കൃഷ്ണൻകുട്ടി എന്ന പേരിട്ടു. അച്ഛ എന്റെ ഈ പേരൊന്ന് മാറ്റാവോ? കൃഷ്ണൻകുട്ടി എന്ന പേരിന് എന്താ കുഴപ്പം? നല്ല പേരല്ലേ. കപ്പയും മറ്റ് കൃഷികളും നന്നായി നോക്കണം. കനകം വിളയുന്ന മണ്ണാണ് നമ്മുടേത്. എത്രയോ പരമ്പരയാ അനുഭവിച്ച് വന്നതാ. അതിന്ന് മുറിച്ച് വിൽക്കുകയാണെങ്കിൽ മനുഷ്യന്മാർ തമ്മിലുള്ള സ്നേഹം അവിടെ തീരും. മാത്രമല്ല ദേവീകോപമുണ്ടാകും. കാറ്റും മഴയും എല്ലാം വന്ന് ഭൂമി നശിക്കും. അതോടുകൂടെ സർവ്വതും നശിക്കും. ഇതേ ഡയലോഗ് സുമേഷ് തൻ്റെ മകനായ കൃഷ്ണൻകുട്ടിയോടും സമയം കിട്ടുമ്പോഴൊക്കെ പറയും. നിന്റെ മുതുമുത്തച്ഛനാണ് കപ്പയ്ക്ക് ടപ്യോക്ക എന്ന് പേരിട്ടത്. അദ്ദേഹത്തിന് ഇംഗ്ലീഷിലും പോർച്ചുഗീസിലും അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എൻ്റെ മുത്തച്ഛനും ഞാനും അത്രയ്ക്ക് ചൊവ്വല്ല. അച്ഛാ, ഞാൻ മത്തായിയുടെ കൂടെ കളിക്കാൻ പോക്കോട്ടെ? ശരി. വേടാ. സുമേഷേട്ടാ, ഇതൊന്ന് നോക്കൂ. ഈ റേഡിയോ വർക്ക് ചെയ്യുന്നില്ല. എന്തോ പറ്റിയെന്ന് ഒന്ന് നോക്കോ സുമേഷേട്ടാ? വർഷങ്ങൾ കുറെ കഴിഞ്ഞു. കൃഷ്ണൻകുട്ടിയുടെ എഞ്ചിനീയറിംഗ് പഠനകാലം. അത് കുറേ നാളായി ഞാനിങ്ങനെ. ഇന്നലെ നൈറ്റ് നല്ല മഴയായിരുന്നു. അതിന് ഞാൻ ഇന്നലെ എഴുതാനിരുന്നു, പെട്ടൊന്നും നടന്നില്ല. ആഹാ, കൃഷ്ണൻകുട്ടി എഴുതുവോ? കവിത ഓർ നോവൽ? ആക്ച്വലി യു കൻ കോൾ മീ ക്രിസ്. നോവലല്ല, കവിത വേണമെങ്കിൽ കവിത എന്ന് പറയാം, ബട്ട് കവിതയല്ല. പറ, കേൾക്കട്ടെ. പറയട്ടെ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സുന്ദരിയെ കണ്ടു. ബാക്കി? ഉറക്കമില്ലാത്ത രാത്രികൾ, കണ്ണടച്ചാലും കണ്ണു തുറന്നാലും അവളുടെ മുഖം മാത്രം. ചിന്തയിലും ശ്വാസത്തിലും അവൾ മാത്രം. അങ്ങനെ ഞാൻ മനസ്സിലാക്കി, അവളില്ലാതെ എനിക്കൊരു ജീവിതമില്ലെന്ന്. എൻ്റെ പ്രണയം ഞാൻ എങ്ങനെ അറിയിക്കുമെന്ന ചിന്തയുമായി ഞാൻ നടന്നു, അവൾ നടന്ന വഴികളിലൂടെ. എന്നിട്ട് അവളോട് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. ശരിക്കും ഇഷ്ടമാണോ? ഇഷ്ടമാണെന്നോ? എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ എന്നെ ഇഷ്ടമാണെന്ന് അറിയില്ലല്ലോ, അതാ പറയാനൊരു മടി. അതൊക്കെ അത് കഴിഞ്ഞ് ആദ്യം പറയണം. മുമ്പിലിരുന്നിട്ട് പോലും പറയാൻ പറ്റിയില്ലേ? പക്ഷെ കഷ്ടം. ഓക്കെ, എന്നാ പറയട്ടെ. ഐ ലവ് യു. ദാറ്റ്സ് ഗുഡ്. അപ്പോൾ എന്നെ ഇഷ്ടമല്ലേ? ഓഫ് കോഴ്സ് ഇഷ്ടമല്ല. എടാ പൊട്ട, ഓ, നിന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഞാൻ നിന്റെ കൂടെ ഇവിടെ ഇങ്ങനെ ഇരിക്കൂ? അപ്പോൾ ഇഷ്ടമാണല്ലേ? അല്ല. അപ്പോൾ ഇപ്പം ഇഷ്ടമെന്ന് പറഞ്ഞ ആര് പറഞ്ഞു? കഷ്ടം.
ഇഷ്ടം? ഞാൻ പേടിച്ചു, ഞാൻ ഇഷ്ടമല്ല. ഒരു ദേവതയായി വന്നു, ഒരു കുഞ്ഞു പൂവായി വിരിഞ്ഞു, എൻ കനവിൽ നിലവിൽ ഉയിരിൽ നിറയും പൊന്നേ കൺമണിയേ. ഒരു ദേവതയായി വന്നു, ഒരു കുഞ്ഞു പൂവായി വിരിഞ്ഞു, എൻ കനവിൽ നിലവിൽ ഉയിരിൽ നിറയും പൊന്നേ കൺമണിയേ. വെൺമുകിലിൽ നിറയും മഴവിൽ നിറമായി ഒഴുകും മലരായി നീ, മഴയായി പൊഴിയും പ്രണയം തേനായി നുകരും വണ്ടായി ഞാൻ. ഒരു ദേവതയായി വന്നു, ഒരു കുഞ്ഞു പൂവായി വിരിഞ്ഞു, എൻ കനവിൽ നിലവിൽ ഉയിരിൽ നിറയും പൊന്നേ കൺമണിയേ. കുറുനിരകൾ തഴുകി കാറ്റും, തിരയലകൾ ഒഴുകി മെല്ലെ. കുറുനിരകൾ തഴുകി കാറ്റും, തിരയലകൾ ഒഴുകി മെല്ലെ. മൃദുലം നിൻ പാദം ഉണരവേ. ഓ കുറുനിരകൾ തഴുകി കാറ്റും, തിരയലകൾ ഒഴുകി മെല്ലെ. മൃദുലം നിൻ പാദം പുണരവേ. താനേ മൂളുന്ന ഈണമയലിഞ്ഞു പോയി, നിറമാർന്ന സ്വപ്നത്തിൻ ചിറകായി പറന്നു ഞാൻ. താനേ മൂളുന്ന ഈണമയലിഞ്ഞു പോയി, നിറമാർന്ന സ്വപ്നത്തിൻ ചിറകായി പറന്നു ഞാൻ. ഒരു വേനൽ മഴയിലായി മിഴിത്തോരേ കനവുമാ, ഒരു വേനൽ മഴയിലായി മിഴിത്തോരേ കനവുമായി. കാറ്റിൻ ഈണം ചൊല്ലിയോ എന്തിഷ്ടമാ. ഒരു പണിയും കിട്ടിയില്ലെങ്കിൽ ഞാൻ വല്ല US ലോ UK ലോട്ടൊക്കെ പോകും. എത്ര സപ്ലി ഉണ്ടെന്നാ പറഞ്ഞേ? 20. ഈ 20 സപ്ലി ഉണ്ട് UK ലും US ലും പോകുന്നു. LD ക്ലർക്ക് ഇട്ടിട്ട് ഞാൻ പോയിട്ടില്ല. എൻജിനീയറിംഗ് കഴിഞ്ഞിട്ട് എങ്ങനെ LD ക്ലർക്കിന് പോകുന്നത്? പോണം മാൻ, സർക്കാർ ജോലിയല്ലേ. മാസത്തിൽ 5-6 ഹർത്താൽ കിട്ടും. പിന്നെ കൂടിപ്പോയാൽ 15 ദിവസം പണിയെടുത്താൽ മതി. അല്ല അതൊക്കെ എന്ത് കഴിഞ്ഞാ പറഞ്ഞേ? എൻജിനീയറിംഗ് 13 സപ്ലി ഉണ്ട്. എൻജിനീയറിംഗ് മാൻ ഞാൻ പോട്ടെ. ഞാൻ ഒരു പുതിയ സെൽഫ് എംപ്ലോയ്മെന്റ് കമ്പനി തുടങ്ങിയിട്ടുണ്ട്. സെൽഫ് എംപ്ലോയ്മെന്റ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ കുറച്ച് ബംഗാളി തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തിന്? കൂലിപ്പണിയെടുക്കാൻ. കൂലിപ്പണിയെടുത്താൽ കിട്ടുന്ന പൈസയൊന്നും ഇതിൻ്റെ LDയും കുള്ളിയും ഒന്നും എടുത്താൽ കിട്ടൂല. വിത്തിൻ 2 years ഈ കേരളം മുഴുവൻ ഞാൻ ബംഗാളികളെ കൊണ്ട് നിറക്കും. ഓക്കെ സിയാ. എടാ നീ അറിഞ്ഞോ? എന്ത്? എടാ ജിനു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞ്. എന്താ പ്രശ്നം? നിന്റെ പെണ്ണിന്റെ എൻഗേജ്മെന്റാ. എൻഗേജ്മെന്റാ? ആ ഓടാ ചുമ്മാ പറയോ. എടാ ചെറുക്കൻ ഫ്രം ലണ്ടനാ, അല്ലാതെ നിന്നെ പോലെ കൂതറയൊന്നുമല്ല. MBA കാരനവൻ. ഞാൻ വിളിച്ചോട്ടെ. ആ നീ ഒന്ന് വിളിച്ചു നോക്കി.
വിളിച്ച് നോക്കടാ. സ്വിച്ച് ഓഫ് ആണല്ലോ. നീ ഒരു കാര്യം ചെയ്ത് ഒരു മെസ്സേജ് ഇട്ട്. അവളെങ്ങനെയെങ്കിലും പറഞ്ഞറിയിക്കണം. ഓക്കെ. ഒരു 2 മണിയാകുമ്പോൾ നമ്മൾ മതിലയാകും. എന്നിട്ട് എല്ലാവരും നല്ല ഉറക്കമായിരിക്കും. അവൾ മെല്ലെ വാലുറക്കുന്നു, ബാഗുമായി പുറത്തേക്ക് വരുന്നു. അത്രേ ഉള്ളൂ. നിക്ക് അതൊക്കെ ചെയ്യാം. എന്നിട്ട് തമിഴ്നാട്ടിൽ പോകും. അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട് എനിക്ക്. അതേതാടാ എനിക്കറിയാത്തൊരു തമിഴ് ഫ്രണ്ട്? മുരുകൻ. ഏത്? നമ്മുടെ ഐസ് മുരുകനാ? അവൻ്റെ നമ്പറൊക്കെ ഉണ്ടോ എൻ്റെ കയ്യിൽ? അവൻ്റെ നമ്പറൊക്കെ ഉണ്ട്. 2 മാസം തമിഴ്നാട്ടിൽ, അത് കഴിഞ്ഞ് നേരെ എൻ്റെ വീട്ടിൽ പോകും. എൻ്റെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് കലങ്ങി തെളിയും. എടാ നമുക്കൊരു ധൈര്യം വേണം. ആ തേച്ച് വെച്ചിട്ടുണ്ട്. മോനെ ബാങ്ക് വിളിച്ച് വിളക്ക് കത്തിച്ചേക്കോ. ഇപ്പൊ പോയതേ കള്ളന്റെ കയ്യിൽ ഇതേ ഇത്ര വലിയ കത്തി വീശി കൊണ്ടില്ല. ഭാഗ്യം. നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ഒന്നും പറ്റില്ല, ഒന്നും പറ്റില്ല. അവൻ എന്തെങ്കിലും കൊണ്ടുപോയോ? ഒന്നും കൊണ്ടുപോകാൻ ചാൻസ് ഇല്ല. അമ്മയുടെ കയ്യിലെ വള എവിടെ അമ്മേ? അല്ലെങ്കിൽ പോട്ടെ, പാവം കള്ളൻ, എന്തെങ്കിലും അത്യാവശ്യമുള്ള കള്ളനായിരിക്കും. നിങ്ങൾ അവരെ വിളിച്ചിട്ട് കിടക്കാൻ നോക്കുക. കള്ളൻ
Hi, Chris. Come, come. Come. Meet my dad. Dad, this is Chris. How are you, man? Long time no see. Vimal is there as well. Hi. Papa, few minutes. ഞാൻ ഒന്ന് പോയി സംസാരിച്ചിട്ട് വരാം. നമുക്ക് വിളിച്ചോടാം തമിഴ്നാട്ടിൽ 2 months അവിടെ അതിന് തിരിച്ചു വരും എല്ലാം ശരിയാവും എല്ലാം റെഡിയാക്കി എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 മാസം അതിനുള്ള എല്ലാം കറങ്ങി തെളി ഒരു കുഴപ്പമില്ല. Hey, Chris, what are you talking about? വിളിച്ചോടൽ? You talking about register marriage? എന്നിട്ട് I stay in your house. That village? Come on, baby. Be practical. My fiancé is from London. He finished his MBA from there. He working in a multinational company. He got a car and house there. What do you have? Do you have a degree? Actually, I like you. But you know, I have to tell this. എത്ര സപ്ലി ഉണ്ട്? 20 മെഷീൻസ് ടു ഇലക്ട്രോ മാഗ്നറ്റ്. മാക്സിമം 3 years. അതിനുള്ളിൽ എഴുതി എടുത്തോളണം. പിന്നെ കൃഷിയിൽ അച്ഛനെ സഹായിക്കണം. അപ്പോൾ ടേക്ക് കെയർ. അപ്പം ഞങ്ങളുടെ കല്യാണത്തിന് കാണാം. ഓക്കെ? ഹായ് ഹണി. ഹായ് കാർത്തിക്. ഇതാരെന്ന് മനസ്സിലായോ? നോ. കം ഓൺ. ഞാൻ പറഞ്ഞിട്ടില്ലേ? ഹേ കൃഷ്ണൻകുട്ടി. കാർത്തികേ ഇവിടെ എല്ലാവരും എന്നെ കൃഷ്ണ വിളിക്കാട്ടോ. ഹി ഈസ് മൈ സ്വീറ്റ് ബ്രദർ. ക്രിസ് എഞ്ചിനീയറിംഗ് ഒക്കെ പാസ്സായോ? മെഷീൻസ് ടു ഇലക്ട്രോ മാഗ്നറ്റ് ഒക്കെ ഒറ്റയടിക്ക് പാസ് ചെയ്തത്. ഇപ്പോൾ കൺട്രോൾ സിസ്റ്റം എഴുതി എടുത്തു. ഇപ്പോൾ ജോലി വല്ലതും ആയോ? ഇൻഫോസിസിൽ എൻ്റെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വേണമെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാം. ഇൻഫോസിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നിവിൻ. അവിടെ 75% കട്ട് ഓഫ്. അതെനിക്ക് ഇഷ്ടമായില്ല. പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കഴിഞ്ഞ് IT പോകേണ്ട ഗതികേടൊന്നും എനിക്കില്ല. അപ്പോൾ സപ്ലൈ ഒക്കെ പാസ്സായോ? 10-20 സപ്ലൈ ഉണ്ട്. അതൊക്കെ പുഷ്പം പോലെ എഴുതിയെടുക്കും. വെൽ ഡൺ ക്രിസ്. അപ്പോൾ സപ്ലൈ ഒക്കെ എഴുതിയതിന് ശേഷം നാട്ടിൽ വല്ല ജോലിയും നോക്ക്. ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് ലണ്ടന് വല്ല സ്കോപ്പൊന്നുമില്ല. അങ്ങനെ എല്ലാവർക്കും കയറി വരാൻ പറ്റുന്ന സ്ഥലമല്ലല്ലോ ലണ്ടൻ. കമോൺ ബേബി. അപ്പോൾ കല്യാണത്തിന് കാണാം. ഓക്കെ ബൈ. ഉണ്ടക്കണ്ണി ഉണ്ടക്കണ്ണി ഉണ്ടക്കണ്ണിൽ ഞാൻ നോക്കുമ്പോ ഉണ്ടക്കണ്ണെന്നെ നോക്കുന്നു. ഉണ്ടക്കണ്ണി 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 ഉണ്ടക്കണ്ണിൽ ഞാൻ നോക്കുമ്പോ ഉണ്ടക്കണ്ണനെ നോക്കുന്നു. ഉണ്ടയായ ഈ ലോകത്തിൽ മണ്ടനായി പോയി ഞാൻ. രേണുക ലണ്ടൻകാരൻ്റെ കൂടെ പോയപ്പോൾ കൃഷ്ണൻകുട്ടിയുടെ തലയിൽ നിന്ന് ഒരുപാട് കിളികൾ പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും കയറി വരാൻ പറ്റുന്ന സ്ഥലമല്ലല്ലോ ലണ്ടൻ എന്ന് രേണുകയുടെ പ്രതിശ്രുത വരൻ കാർത്തിക് പറഞ്ഞത് തലയ്ക്ക് അടി കിട്ടിയ പോലെയായി. ഒരു നല്ല ജോലി കിട്ടാൻ ഡിഗ്രി പോലും ഇല്ല എന്ന ചിന്തയും കൃഷ്ണൻകുട്ടിയെ വല്ലാതെ അലട്ടി. എടാ സോഡ ഒഴിക്കടാ, കൂമ്പ് പാടി പോവും. പോടാ സോഡ. ഉഫ്, ഇത് സാധനം ഇത്. നീ കുറച്ച് സോഡ ഒഴിച്ച്. കുറച്ചും കൂടി ഒഴിക്കും. മതി 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 മതി. എന്ത് സാധനടാ, വല്ല കള്ളോ ബീറാണ് അടിക്കായിരുന്നു. എടാ ഈ സിറ്റുവേഷനിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫുള്ളങ്ങ് അടിക്കണം, മനസ്സിലായി? അതാ അതിൻ്റെ കണക്ക്. ഓ, എന്നാലും അവളെന്നെ പറ്റിച്ചു പോരാ. ഇംഗ്ലണ്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. അച്ഛനെ കൃഷി സഹായിക്കണം, സപ്ലൈ ചെയ്തെടുക്കണം. ഡയലോഗായിരുന്നു. നമുക്കും പോകണടാ ഇംഗ്ലണ്ടിൽ. നമുക്കെന്താ ഇംഗ്ലണ്ടിൽ പോകാൻ പറ്റില്ലേ? നമുക്കും പോകണം ഇംഗ്ലണ്ടിൽ. പോടാ, അതിനൊക്കെ നമുക്ക് ആളുണ്ട്, നീ പേടിക്കണ്ട. അപ്പോൾ സർട്ടിഫിക്കറ്റോ? സർട്ടിഫിക്കറ്റിൻ്റെ ആളുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റി കിട്ടിയില്ല.
കള്ള സർട്ടിഫിക്കറ്റ്, മഷി ഇട്ട് നോക്കിയാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ക്ലീൻ സാധനം. അപ്പോൾ IELTS വേണ്ടേ? IELTS ഇല്ലടാ, ബിസിനസ്സൊന്നും നടക്കൊന്നുമില്ല. നാട്ടിൽ നിന്ന് എന്തായാലും ശരിയല്ലേ. ടിൻഡു ആ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. എടാ നമ്മുടെ UK പരിപാടി റെഡി ആയിട്ടോ. അപ്പോൾ IELTS ഇപ്പം IELTS ഒന്നും വേണ്ട. ലണ്ടനിലാണ് കോളേജ്. പിന്നെ അവിടെ പാർട്ട് ടൈം ജോബും ചെയ്യാൻ പറ്റും. നമുക്ക് ചിലവായിട്ട് പൈസയും കിട്ടും. എത്ര കിട്ടും? ഒരു 60,000-70,000 രൂപ കിട്ടുമെന്നാണ് ഏജന്റ് പറഞ്ഞത്. ശരിക്കും? അത് അടിപൊളിയാണല്ലോ. ഇപ്പോഴാണ് പോകാൻ പറ്റിയ ടൈം. കാരണം ഒളിമ്പിക്സാ 2 കൊല്ലം കഴിഞ്ഞാൽ. ആണോ? അപ്പോൾ നമുക്ക് ഫുൾ ടൈം ആയിട്ട് ജോലിയും ചെയ്യാം. നല്ല പൈസ ഉണ്ടാക്കുക അല്ലേ? ഇല്ല, പാർട്ട് ടൈം ജോബ് ചെയ്യാനേ പറ്റുള്ളൂ. അതെന്താ ഫുൾ ടൈം ജോലി? അങ്ങനെയാണ് വിസ കാറ്റഗറി. ഈ കോഴ്സ് കഴിഞ്ഞാൽ PSW PWC അങ്ങനെ എന്തോ കിട്ടും. PSW പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ അങ്ങനെ എന്തോ ആണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് കമ്പനിയിൽ വേണമെങ്കിലും ജോലി ചെയ്യാൻ പറ്റും. മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യാൻ പറ്റും? പിന്നല്ലാതെ. അടിപൊളി. സർട്ടിഫിക്കറ്റ് കിട്ടിയടാ. ഇതേ അതെ, നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് പിടിക്കാം. അവിടെ ആകുമ്പോൾ ബ്രിട്ടീഷ് എയർലൈൻസ് പോലോ. എന്നിട്ട് നമുക്ക് അവിടെ എത്തി എയർ ഇന്ത്യയെ പറ്റി 2 കുറ്റം പറയാം ഗ്യാപ്പിൽ. പിന്നെ നീ IELTS ക്ലാസ്സിന് പോയിട്ടുണ്ടല്ലേ? പിന്നെ 2 വീക്സ്. എൻ്റെ ഇംഗ്ലീഷ് ഒന്ന് റെഡി ആക്കണം. നടക്കുമല്ലേ? പിന്നെ അല്ല. ഓ മോനെ, PSCയുടെ ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വേഗം നോക്കി ചെയ്യും. PSC അച്ഛാ, ഞാൻ ഹയർ സ്റ്റഡീസിന് പോവല്ലേ? എവിടേക്ക്? വേൾഡ്സ് കോസ്മോപൊളിറ്റൻ സിറ്റി ലണ്ടനിലേക്ക്. പിന്നെ എന്തിനാ ഈ PSC ഒക്കെ? അതിനാണോ ഈ തോക്ക്? അച്ഛാ, ഇത് തോക്കല്ല, ഗിറ്റാറാണ്. ഗിറ്റാർ ഇതെടുത്ത് അവിടെ പോയി പുതിയ മ്യൂസിക് ബാൻഡ് തുടങ്ങണം. കൺസേർട്സും പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് അടിച്ച് പൊളിക്കാൻ പോവല്ലേ? എന്താന്ന് വെച്ചാൽ നീ ചെയ്യും. എന്താടാ വിസ കിട്ടിയോ? വിസ കിട്ടി. നിനക്ക് വിസ കിട്ടി? എനിക്കെന്താ ഒരു സന്തോഷമില്ലാത്ത? എനിക്ക് വിസ കിട്ടി, ഞാൻ എന്തിനാ സന്തോഷിക്കുന്നത്? അപ്പോൾ നിനക്ക് കിട്ടിയില്ലേ? എനിക്ക് വിസ ഒന്നും കിട്ടിയില്ല. അയ്യോ. വിസ കിട്ടാത്ത വിഷമത്തിൽ ഞാൻ ഒരുത്തനോട് സംസാരിച്ചു. അപ്പോഴാണ് മനസ്സിലായ ആ തണ്ടിക്കും വിസ കിട്ടി. നിന്റെ പഴയ ഫ്രണ്ടാ. ആര്? മത്തായിയോ? മത്തായി. അവന് ഫോൺ നമ്പർ ഉണ്ടോ? ഫോൺ നമ്പറൊക്കെ ഉണ്ട്. ഫോൺ നമ്പർ എടാ വിളിക്കട്ടെ. എടാ, സെക്കൻഡ് സെമ്മിൽ നമ്മളെ പറ്റിച്ച സുക്കൂറില്ലേ, അവൻ ഇവനും പറ്റിച്ചടാ. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ ചിരിച്ചു ചത്ത്. ഹലോ മത്തായി. അതെ അതെടാ, കൃഷ്ണൻകുട്ടി. വിമൽ. അവൻ തന്നെ. അതെ, ലണ്ടനിലാണല്ലേ? അതെ, ഓക്കേടാ. എടാ ഒരു മിനിറ്റ് ഞാൻ നടന്നു വന്നാൽ മതി. എനിക്ക് പുതിയ ഫ്രണ്ട്സൊക്കെ ആയില്ലേ. അമ്മ എപ്പോഴാ വന്നേ? ആണോ? യാത്രയൊക്കെ സുഖമായിരുന്നോ? അമ്മ എന്നിട്ടത് മോനെ, കല്ലുമാങ്ങ അച്ചാറ്, നെല്ലിക്ക അച്ചാറ്, നാരങ്ങ അച്ചാറ്, ചമ്മന്തിപ്പൊടി എല്ലാം റെഡി. ഒരു വർഷത്തേക്ക് ഇനി ഒന്നും വാങ്ങണ്ട. മോം, ഞാൻ തൃശ്ശൂർ റൗണ്ടിലേക്കോ എറണാകുളത്തോ തിരുവനന്തപുരത്തേക്കോ ഒന്നല്ല പോണേ. ലണ്ടനാണ്, ലണ്ടൻ. കൾച്ചർലെസ് കൺട്രി പാരൻസ്. Hi everyone, welcome to Live Food sponsor ചെയ്യുന്ന Music Angels. My name is Bittu and I'm going to play for you all the freshest release of this week. അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ടിന് കുറേ സവിശേഷതകളുണ്ട്. 1, ഇറ്റ്സ് എൻ ഇംഗ്ലീഷ് സോങ്. 2, ഇത് കമ്പോസ് ചെയ്തിരിക്കുന്ന ലണ്ടനിലെ ഒരു അപ്കമിംഗ് ബാൻഡാണ് കോൾഡ് സൈഡ് പാർട്ടിഷൻ. ഈ ബാൻഡിനെ കുറിച്ച് BBC വരെ പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൗതുകം ഉണർത്തുന്ന കാര്യമാണ് ഈ ബാൻഡിലെ 2 മെമ്പേഴ്സ് മലയാളി ബ്രദേഴ്സ് ആണ്. യെസ്, they are Rajit and Ranit Shale. The name of the song is It's a New World.
നമുക്കിത് കേട്ടു നോക്കാം to see if we like this new world. Enjoy. മലയാളികളാണല്ലേ? അയ്യോ, മലയാളിയാണെന്ന് മനസ്സിലായി. അതൊക്കെ മനസ്സിലായി. അപ്പൊ ചേട്ടൻ മലയാളിയാണോ? പിന്നെ എന്നോട് തെലുങ്കിലാണല്ലോ സംസാരിച്ചത്. നാട്ടിൽ നിന്ന് വന്നിട്ട് കുറച്ചായോ? ഇല്ല, ഇന്ന് രാവിലെ എത്തിയുള്ളൂ. തോന്നി. ഒരു കാര്യം പറയാം നിങ്ങളോട്, സ്മാർട്ട് ആ ഒരു പരിധി വരെ, പക്ഷെ സ്മാർട്ട്നെസ്സും സെൽഫിഷ്നെസ്സും രണ്ടാണ്. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അല്ലേ. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണൻകുട്ടിയും മത്തായിയും വീണ്ടും ഒരുമിച്ചു. രണ്ടുപേരുടെ മനസ്സിലും ലണ്ടൻ സ്വപ്നങ്ങൾ പടർന്ന് പന്തലിച്ച് പുഷ്പിക്കാൻ തുടങ്ങി. എല്ലാരും വിളിക്കും. ഞാൻ 2 കുപ്പി മേടിച്ചിട്ടുണ്ട്. അത് ശരി, ആളെ കൂട്ടാം. ഏത് സാധനം എന്ന് പറയും? അതൊക്കെ ഉണ്ട്. എന്തുവാ സാധനം കാണിക്കേ, നോക്കട്ടെ. കാണിക്കട്ടെ, കാണിക്കാൻ പോണേ. ബിയറാ? ഇതാണോ നീ 2 കുപ്പിന്റെ ആളെ കൂട്ടാനൊക്കെ പറഞ്ഞേ? ഇത് കുടിച്ചിട്ട് എന്താവാനാ? വന്നല്ലോ. ഇത് സുകുമാരൻ, ഞങ്ങൾ സ്വാമി എന്ന് വിളിക്കും. ഇത് അനിലെ, ഞങ്ങൾ അനിലെന്ന് തന്നെ വിളിക്കാറ്. ഇത് നമ്മുടെ പുതിയ താമസക്കാരാ. ഞാൻ ക്രിസ്. കൃഷ്ണൻകുട്ടി. ഇത് മത്തായി. ഹലോ അച്ഛാ, എത്തി. ഇവിടെ ഭയങ്കര തണുപ്പാ. യാത്രയൊക്കെ സുഖമായിരുന്നോ മോനെ? അമ്മയുടെ കൊടുക്കാം. ഹലോ മോനെ, അമ്മേ, സുഖമാണോ നിനക്ക്? വീടും പരിസരമൊക്കെ എങ്ങനെയുണ്ട്? ഇന്നലെ ജാതകമായിട്ട് കണിയാനെടുത്ത് പോയപ്പോ കണിയാൻ പറഞ്ഞതാ, നീ ശരിക്കും ശ്രദ്ധിക്കണം. ഇവിടെ തീരെയും പാമ്പൊന്നും ഇല്ല അമ്മേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അയൽക്കാരെയൊക്കെ പരിചയപ്പെട്ടോ? അയൽക്കാർ ആരെന്ന് പോലും അറിയില്ല. അപ്പോഴാ അവിടെ വീടുകളൊക്കെ ദൂരെ ആയിരിക്കും അല്ലേ? വലിയ ബംഗ്ലാവുകളായിരിക്കും. ബംഗ്ലാവ്? ഇവിടെ എല്ലാ വീടും വളരെ അടുത്തടുത്താ അമ്മേ. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും അറിയില്ല. മോനെ അച്ഛൻ അയ്യോ, ഹലോ. ഈ ഒരുമാതിരി കൂതറം മലയാളി അറ്റൂടെ എടുക്കില്ല കേട്ടോ. അയാൾ നല്ല ആളായത് കൊണ്ടാണോ നമുക്ക് സ്പെഷ്യൽ സജഷൻ തന്നത്. ഇതൊക്കെ ഇട്ടാലോ ക്ലബിൽ മദാമോർ അറ്റാക്ക് ചെയ്യുള്ളൂ. അട്രാക്ട്, അതല്ല ഞാനും പറഞ്ഞു. എന്റെ ഇഷ്ടപ്പെട്ട നിറം ഏതാ? പിങ്ക്, റോസ്. പിന്നെന്താ? ശരിയാ, പാർട്ടിയിങ് വിത്ത് ചിക്സ്. ഓർക്കുമ്പോ തന്നെ കുളിര് കോരുന്നളിയ ആ കുളിര്.
പാർട്ടി മാങ്ങാ തൊലി. ഒരു ക്രാവ് പോലും തിരിഞ്ഞു നോക്കിയില്ല. എവിടെ നോക്കിയാലും ഒരു പെണ്ണിന്റെ പറയുന്ന 4 ഇന്ത്യക്കാർ ഇങ്ങനെ ചുറ്റും കറങ്ങണ്ടാവും. എന്നാലും പെമ്പിളർ നിന്നെ കണ്ടിട്ട് ഗേ ആണെന്ന് ചോദിച്ചതാണല്ലേ എനിക്ക് മനസ്സിലാവുന്നത്. എന്നെ കാണാൻ ഗേ ലുക്ക് ഉണ്ടോ? ഉണ്ടോ? അളിയ, നീ ഒരു കാര്യം ചെയ്യും. ഇതിപ്പോ നീ ഒറ്റയ്ക്ക് ചെയ്ത നാളെ ഉച്ചയാവും. ഒരുമിച്ച് ചെയ്യാൻ പെട്ടെന്ന് തീരും. നീ നൈസായിട്ടേ നമ്മുടെ മാനേജറിന്റെ അടുത്ത് പോയി പറ നീ ഒരു എഞ്ചിനീയർ ആണ്, പുള്ളി വില ചെറിയ പണിയും തരുമെന്നേ. ചോദിക്കല്ലേ? ചോദിക്ക്. പോടാ എടാ, നീ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ, ഇതൊക്കെയാണ് എൻ്റെ സന്തോഷം. താങ്ക്സ് ഡാ. You engineer? Good. Come with me. Chris, take the mop. Take the bucket. And please clean the toilet. Okay, sir. What are you waiting for then? Get on. എൻ്റെ ബ്രേക്ക് കഴിഞ്ഞു. നിന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടോ? ക്യാഷ് ഒക്കെ ഉണ്ട്. നീ എന്താ കഴിച്ചേ? ഇവിടുത്തെ ദേശീയ ഭക്ഷണം ചിക്കൻ ആൻഡ് ചിപ്സ്. നീ എന്താ ഈ പുള്ളി നോക്കിട്ടാ? Hey, Chris. Hi. Had lunch? No. Yes. No? No. I've got lunch here. Do you want to share mine? It's okay. No, we can share mine. Really? Yeah, why not? Thank you. That's okay. Can I help you? Yes, please. Okay. Sorry. Take it. It's heavy. Chris, you're late again. You should come on time. If you're late again, you'll be fired. So you should be very punctual. പിന്നെ പങ്ക്ച്വലാവുന്നില്ല. What, Thoda? Not Thoda. Today is my fault. Tomorrow I will come. എന്തായാലും വരും. You swear at me? No, sir. I didn't swear at you. I swear to God. I swear. I didn't swear. Yeah, go and clean the toilet then. Okay, sir. Don't call me sir. My name is John. Call me John. Sir. Okay. John. Okay, go and clean the toilet. എന്താടാ? എന്തുപറ്റി? നമ്മുടെ കോളേജ് പൂട്ടി. കോളേജ് പൂട്ടിയാ? അതങ്ങനെ? ഹോം ഓഫീസ് ലൈസൻസ് ക്യാൻസൽ ചെയ്തു. അപ്പൊ ഇതെന്താ ചെയ്യാ? അപ്പൊ
അപ്പോൾ ഫീസൊക്കെ എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യാനില്ല. ഞാൻ എന്തായാലും ഇനി പഠിത്തത്തിന് വേണ്ടിയൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഔട്ടറിൽ പോയി വല്ല ക്യാഷ് ഇൻ ഹാൻഡ് ജോലി വല്ലതും ചെയ്താലോന്ന് ആലോചിക്കുക. ഐഡിയ കൊള്ളാം. കാശുണ്ടാക്കാനൊക്കെ പറ്റും. പിടിച്ചു കഴിഞ്ഞാൽ നാട്ടിലെ പോലെ പോലീസ് സ്റ്റേഷനിൽ പീഡിപ്പിക്കൊന്നുമില്ല. ഗവൺമെന്റ് തന്നെ ടിക്കറ്റ് എടുത്ത് നേരെ അങ്ങോട്ട് കയറ്റി വിടും. ഞാനിനി എന്തായാലും പഠിക്കണില്ല. നാട്ടിൽ ബിടെക് പഠിച്ച് സപ്ലൈ അടിച്ച് മരിച്ച്. ഇനി എന്നെ കൊണ്ട് വയ്യ. ഇനി എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം. എന്താ നിന്റെ പ്ലാൻ? നാട്ടിൽ തോറ്റു, ശരിയാണ്. ജീവിതത്തിലിങ്ങനെ തോറ്റാൽ മാത്രം പോരല്ലോ. ഞാൻ ജയിക്കാൻ പോകും. നിനക്ക് വട്ടായ നീ ബീറ്റെക് എന്നും പറഞ്ഞിറങ്ങി തിരിച്ച് ഉഴപ്പി സപ്ലി അടിച്ച് ഒരുപാട് കാശ് കളഞ്ഞു. കുറച്ചൊക്കെ എൻ്റെ നിർബന്ധം കൂടിയായിരുന്നു. ഇനിയിപ്പോൾ അതേപോലെ ഒരു കോഴ്സ് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കാമെന്ന് വെച്ചാൽ എന്തുമാത്രം കാശാവും. നീ പഠിക്കേ. നല്ല കോഴ്സ് പഠിച്ചാൽ നല്ല ജോലി കിട്ടും. ഇവിടുത്തെ പാടവും പറമ്പും പണയം വെച്ചെങ്കിലും ഞാൻ കാശുണ്ടാക്കിക്കൊള്ളാം. ഒരു കാര്യം മാത്രം, ഇപ്പം ചിലവാകണ കാശ് ഒരു 3 കൊല്ലം കൊണ്ടെങ്കിലും തിരിച്ചു പിടിക്കണം. അച്ഛനപ്പൂപ്പന്മാര് വേർപ്പൊഴുക്കുണ്ടാക്കിയ സ്വത്താ. നീ ധൈര്യമായിട്ട് പഠിക്കടാ. കാറ്റും കോളും മാറിയിട്ട് ആരും കടലിൽ കപ്പലിറക്കാറില്ലല്ലോ. നിന്റെ ഒപ്പം ഞാനുണ്ടാവും. ബാക്കി നോക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. താങ്ക്സ് അച്ഛാ. ബൈ. അല്ലടാ, ഞാനിതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് കരുതുന്നത്. ഞാൻ യൂണിവേഴ്സിറ്റി പോയി പഠിക്കാൻ തീരുമാനിച്ചു. BA എഞ്ചിനീയറിംഗ്. ഒരു കൈവിട്ട കളിയാണ്. ഞാൻ പഠിക്കും, പാസ്സാവും, നല്ല ജോലിയും കിട്ടും. അപ്പോൾ ഈ ഫീസൊക്കെ ഒരു വർഷം കൊണ്ട് അടച്ചെടുക്കാൻ പറ്റുമല്ലോ. പിന്നെയും കിടക്കല്ലേ കൊല്ലങ്ങൾ. സുമേഷേ, പൈസ ഞങ്ങൾ തരാം. പക്ഷെ ഇങ്ങോട്ടുള്ള തിരിച്ചടവ് കറക്റ്റ് അല്ലെങ്കിൽ ഇങ്ങളെ സ്ഥലം മെല്ലെ മെല്ലെ നമ്മളതായി മാറും. അവന് ജോലി കിട്ടും, ഉറപ്പാ. കാതർക്കുള്ള ആദ്യത്തെ ഗഡു അവൻ്റെ ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് തന്നെ തരാൻ പറ്റും. ഇക്കയ്ക്കറിയാലോ, 7 തലമുറയായിട്ട് കൃഷി ചെയ്യണ മണ്ണ. അവൻ ഇംഗ്ലണ്ടിൽ പോയി ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. അതെ, അതൊക്കെ നിങ്ങളെ കാര്യമാണ്. നിങ്ങൾ മോൻ ഇംഗ്ലണ്ടിൽ അയക്കണവും പഠിപ്പിക്കണമൊക്കെ എന്താണ്? നിങ്ങളെ ഭാവി നന്നാക്കാനാണ്. നമ്മൾ പൈസ ഇറക്കണവും ബിസിനസ് ചെയ്യണവും നമ്മളെ ഭാവി നന്നാക്കാനാണ്. അവിടെ 7 തലമുറയുടെ കഥ ഒന്നും പറഞ്ഞിട്ട് ബേജാറാക്കിയിട്ട് കാര്യമല്ല. സുമേഷിന് അറിയാലോ, നമ്മൾ അതിൻ്റെ അടുത്ത് ഒരു ഹൗസിംഗ് കോളനി കെട്ടാൻ വിചാരിച്ചത്. നിങ്ങളെ സ്ഥലം കൂടി കിട്ടുകയാണെങ്കിൽ വലിയ ഉപകാരമായി. അപ്പോൾ എൻ്റെ പറമ്പ് കാതർക്കയുടെ കാശ് ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു തരും. മതി, അപ്പം പറമ്പ് നിങ്ങൾ വേറെ വെക്കും. അല്ലെങ്കിൽ അവിടെ ഹൗസിംഗ് കോളനി വരും. സർവേ പൈസ കിട്ടും. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പൈസ അടച്ചാൽ കറക്റ്റിനാണെങ്കിൽ സ്ഥലങ്ങൾ പേർക്ക് എടുക്കും, അല്ലെങ്കിൽ നമ്മളതാവും. വേറെ ഒന്നുമില്ല. ഇതാ പൈസ. പിന്നെ ഇത് ബ്ലാക്കാണ്. ബ്ലാക്കാണെന്നെ പേടിക്കൊന്നും വേണ്ട. കള്ളനോട്ടമൊന്നുമല്ല. കണക്ക് പെടില്ല എന്ന് മാത്രം. അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ എന്തിന്റെ കണക്ക്? സുമേഷ് ധൈര്യമായിട്ട് പോയിക്കോളൂ. വലിയ ഉപകാരം. ഓ, how much is it? I can't see any price in it. That's not the way to do it. For this way. £8. What, £8 for that? Mate, need a small for this. I really like it. I need a small for it. £8, that's a rip-off. £8 is a rip-off, but I need a size small for it. That's But not in that, mate. This one. You don't know what?
need a medium. Excuse me, I've been here 2 minutes. What's the price of this? So now what is it doing, mate? Look, mate, I need a small in this. You got a big massive t-shirt. What is this? Come on, you have no idea what is he doing, mate. Right, guys. How can I help you? We need a real rock something. Yeah, I'm here to help. He haven't got any clue what he's doing. I'm here to help. Because he don't know what is he doing. I've seen it. No You've been idea. rude to him. You've been rude to him. I just cannot leave the serve you place, anymore. just Can you leave just the can you place, just leave? This place is a shit place, man. Let's leave. Let's leave. This Please place is a shit leave. place. Come on. Are you okay? It's okay. ഇതെന്തൊരു വേൾഡാണ് ഇഷ്ടമാണ്. വെള്ളക്കാർക്ക് നമ്മളെ കണ്ടുവിടാം, കറുപ്പന്മാർക്ക് നമ്മൾ ഇഷ്ടമല്ല. ഇന്ത്യക്കാരെ കാര്യമാണെങ്കിൽ പറയേ വേണ്ട. ഈ ഇന്ത്യക്കാരാണ് ഏറ്റവും വലിയ റേസിസ്റ്റ്. ശരിയടാ, ഇവിടെ പ്രത്യേകിച്ച് ഇവിടുത്തെ ബ്രിട്ടീഷ് ഇന്ത്യൻസ് ഇല്ലേ, മലയാളികൾ ഭയങ്കര റേസിസ്റ്റ് ആയിട്ട്. ഇവിടുത്തെ പെമ്പിളുടെ ഒരു ലുക്ക് ഉണ്ട്, ഒരു ഒരു പുച്ഛ നോട്ടം, അൺസൈക്കബിൾ. അതെങ്ങനെയുള്ളത്? ഒരു പശു അപ്പിടുന്ന പോലെ ഉണ്ടല്ലോ. പിന്നെ എനിക്കൊന്നത് ഇങ്ങനെ അങ്ങനെയല്ലേ? എന്ത് കാര്യമുണ്ടല്ലേ, ഇഷ്ടം. Excuse me, please. Yes. I think I've run out of battery. Will you be kind enough to take me home? Yeah, of course. I got 1 hour. Thank you. So don't worry. Yeah, thank you. Thank you very, very much. No worries. Yes. Thank you very much, my darling. I really No appreciate problem, no that. problem. Thank you, mate. Appreciate that. Chris, you're 45 minutes late. No, sir. I'm 15 minutes early. Look at my watch. It's 9:45. Look at my watch. It's 8:45. Are you kidding me? Do you know it's daylight saving? Do I look like a fool to you, mate? Sorry, I don't know. Sorry, Chris, I can't run a business like this, and I don't want you to be working anymore. Sorry, mate. That's your money. I don't want you to be working anymore. Sorry. എടേ, ഒരു മുട്ട ഇടാം ആംലെറ്റ് അടിക്കാൻ. പോയ അവിടെ എൻ്റെ മുട്ടയൊന്നുമില്ല. പോയെ എന്തൊരു ഷാവിയുടെ നീ. മുട്ട. താങ്ക്സ് മച്ചാ. ആ മുട്ട ജിഗുവിൻ്റെ അടിച്ചു മാറ്റിയതാട്ടോ. ഇനി അയാളെ വാരിക്കുന്ന കേൾക്കേണ്ടി വരും. ആ പുതിയ കാര്യമൊന്നുമില്ല. അറിയാലേ, ഒരു പോണ്ട് വരും, ഒരു പോണ്ട്. എവിടെ? ശരിയില്ല. ചേഞ്ച് വേണ്ട. ചെന്നില്ല. നോട്ടാ 10 വേണം. കുഴപ്പമില്ല. നിനക്കൊരു ജോലി കണ്ടുപിടിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ പ്രശ്നമാവട്ടോ. കഴിഞ്ഞ മാസം മെസ് ബില്ല് ഡ്യൂവാ. പിന്നെ എന്തൊക്കെയാ കൊടുക്കാൻ കിടക്കണേ? കൗൺസിൽ ടാക്സ്, ടി വി ലൈസൻസ്, ടെലിഫോൺ ബില്ല്, ഇന്റർനെറ്റ് ബില്ല്, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഗ്യാസ്. നിന്റെ ഗ്യാസ് പോകണമെങ്കിൽ നമുക്ക് ഇതൊക്കെ കൊടുക്കണം. ജോലി കണ്ടുപിടിക്കാൻ പറ്റുമോ നിനക്ക്? How much? That's £1. That's 80p. 20p sold. Can I pay by card? Yeah. Now this card not working. Decline. Not working. Yeah. Okay. That's one more, right? Okay, I'm sorry. It's okay. Thank you. നിങ്ങളുടെയൊക്കെ തീരുമാനം അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതൊന്നും ഇവിടെ നടക്കത്തില്ല. ഇവിടെ എത്ര മലയാളികളുണ്ട്, എത്ര ആൾക്കാർ ഹോംലെസ് ആയി കഴിയുന്നു. ഇവനൊന്നും പറ്റില്ല, കയറി നാട്ടിൽ പോകാൻ പറ. അതെങ്ങനാ? ഒരു പണിക്ക് സമയത്തിന് പോകത്തില്ല, എന്തോ വലിയ ജോലി കിട്ടാനുള്ള അഹങ്കാരമാണ്. ഇവിടെ കാശിന് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടോ? ഒരു കാര്യം ചെയ്യും, ഇപ്പോഴത്തെ ബില്ല് നമുക്ക് സെറ്റിൽ ചെയ്യാം, എന്നിട്ട് പറഞ്ഞ് നാട്ടിൽ വിടാൻ നോക്കാം. അല്ല പിന്നെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവനെ ഇറക്കി വിടാന്നൊക്കെ പറഞ്ഞു. ജിബോന് പറ്റത്തില്ലെങ്കിൽ പറ, ഞാൻ പറയാം അവനോട്.
കൃഷ്ണൻകുട്ടി മോനെ സുഖമല്ലേടാ നിനക്ക്? എന്തായി നിന്റെ ജോലിയുടെ കാര്യങ്ങളൊക്കെ? വല്ലതും ശരിയായോ? കൃഷ്ണൻകുട്ടി പോയി ചായ കുടിക്കാൻ നോക്ക്. എന്തിട്ട് വരികേട്ടാ? ഈ ശ്വാസകോശമൊക്കെ ഉണ്ടല്ലോ, സ്പോഞ്ച് പോലെയാണ്, അടിച്ചു പോട്ടാ. എടാ അത് സിഗരറ്റ് വലിച്ചാല, ഇത് സിഗരറ്റ് അല്ല, ഇത് മറ്റേത് ഹെർബൽ മരുന്നാ. എടാ ക്രിക്കറ്റ് എന്തായി? കളി എന്തായി? ഇന്ത്യ ജയിച്ചോ? നീ കണ്ടില്ലേ കളി? ഇല്ല. സച്ചിൻ അടിച്ചു പൊളിച്ചു, ഇന്ത്യ ജയിച്ചു. ഇന്ത്യ ജയിച്ചാ? ഏടാ നീ പാകിസ്ഥാൻ്റെ കൂടെ? ഇത് വിക്ടറി അല്ലേ? എടാ ഇതെന്തുവാ? പാക്ക് ഓഫ്. ഇതും അത് തന്നെയാ. അയ്യ, അപ്പൊ ഇത് തെറിയണം. പിന്നല്ലാതെ എടാ വിക്ടറി ഇങ്ങനെയാ. ആ സ്കൂളിൽ ഇങ്ങനെയായിരുന്നു വിക്ടറി, പിന്നെ നമ്മൾ ട്രെൻഡ് മാറിയപ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുത്ത് പോസൊക്കെ എല്ലാക്കാരെയൊന്നും പോയി ഇങ്ങനെ കാണിക്കല്ലേ, അമ്മാര് പിടിച്ചെൻ്റെ ഡിബോൾട്ടിക്കാ പിടിച്ച് ഉടക്കി. ചേട്ടാ ചേട്ടൻ നാളെ ലോട്ടറി എടുത്തില്ലേ? എൻ്റെ നാട്ടിലൊരു കടി പുള്ളി കുറേ ലോട്ടറി ടിക്കറ്റിന് വേണ്ടി കുറേ കാശ് കളയും. ഒരു കാര്യമില്ലോ, കുറേ കാലം ഇത് ചുമ്മാ കാശ് കളയാണ്. കാശുകളുടെ ഫുഡ് കഴിച്ചോളെ. എനിക്കൊരു പ്രാവശ്യം അടിച്ചതാ, ഞാൻ പലപ്പോഴൊക്കെ എടുക്കും. ഭാഗ്യത്തിന് വേണ്ടി നമ്മൾ ചൂണ്ടയിട്ടുകൊണ്ടേയിരിക്കണം, ചൂണ്ടയിട്ടുകൊണ്ടേയിരിക്കണം. ഭാഗ്യം അതൊരു പണ്ടാര സാധനമാണ്. അത് എപ്പം എങ്ങനെ ഏത് വഴിക്ക് വരും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചൂണ്ടയിട്ടുകൊണ്ടേയിരിക്കണം, ചൂണ്ടയിട്ടുകൊണ്ടേയിരിക്കണം. ചിലപ്പോൾ ഇടുത്തിയായി പോലും വരും. എന്ത് ഭാഗ്യം? ചേട്ടാ അതെന്ത് ചെടിയാ? ചെടിയാണത്? അത് ചെടിയാണ്, അതിൻ്റെ വലിയ മരമാകുന്ന ആരാണ്ട് ഇവിടെ കൊണ്ടിട്ട് പോയത്. എന്നാ പിന്നെ നടാൻ പാടില്ല, മരമാണെങ്കിൽ ഇവിടെ. ഞാനോ ഓണത്തിനിടയിലാ പൂട്ട് വെച്ചോടാം, ഞാനിപ്പോൾ നടാൻ പോവാ. നീ മരത്തിൻ്റെ മാങ്ങാത്തിൻ്റെയും പുറകെ പോവാതെ അല്ല ചൂണ്ടയിട്ടുകൊണ്ടേ ഇരിക്കടാ, ലോട്ടറി എടുക്കടാ. ചൂണ്ടയിട്ടുകൊണ്ടേ ഇരിക്കണം, ചൂണ്ടയിട്ടുകൊണ്ടേ ഇരിക്കണം. Yeah, not too bad. After a long time. It's working now. It's working. It is. Yeah, nice. It's good. Good to see you. Hey! What you doing? Hey! Hey, give me back. What? Is he yours? Yeah, give me back. It's not yours, man. It's not yours. It's not yours. So what the fuck do you want now? What the fuck do you want? Give me back. What the fuck do you want? Give me back. So what the fuck you gonna do now? What the fuck you gonna do now? Idiots, man. Fucking idiots. So what do you want? Let's go. What do you want? So what the fuck? You know what? I'm gonna fucking shoot you right now. I'm gonna shoot you right now. Sorry. No, I'm sorry. gonna Please. I'm sorry. What do you want? What do you want? Sorry. What do you want? What do you want? I will fucking shoot you right now. What do you want? Please. What do you want? Don't shoot. What do you want? Don't shoot me. വെടിയുണ്ട ലക്ഷ്യം മാറി ഇടതു തോളിൽ കൊണ്ടതുകൊണ്ട് കൃഷ്ണൻകുട്ടി രക്ഷപ്പെട്ടു. ഞങ്ങൾക്കും ഒരു നാൾ വരും, പോരാടി ജയിക്കും നാൾ വരും. കൊടുങ്കാറ്റ് പോലാഞ്ഞടിക്കും, കാട്ടുതീ പോൽ കത്തിപ്പടരും. വലിച്ചെറിയട മുഖം മൂടി തച്ചുടക്കട കപട നാട്യങ്ങൾ. പോലീസ് അന്വേഷണം എങ്ങുമെത്താതെ അവസാനിച്ചു. എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും പറ്റാത്തതുകൊണ്ട് കൃഷ്ണൻകുട്ടി പ്രതികരിക്കാൻ തന്നെ തീരുമാനിച്ചു. ജിബോണ, എനിക്കത് മറക്കാൻ പറ്റുന്നില്ല. എനിക്ക് അവനിട്ട് ഒരു പണി തിരിച്ചു കൊടുത്തില്ലെങ്കിലേ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല. അത് ഞാൻ ഏറ്റു. എൻ്റെ പരിചയത്തിലൊരാളുണ്ട്, വലിയ ഗുണ്ടയാ. നമുക്ക് അയാളൊന്ന് കാണാം. ശരി, ഞാൻ എൻ്റെ ശിഷ്യനെ വിടാം. അവനും എന്നെപ്പോലെ ആളൊരു പുലിക്കുട്ടിയാ.
കോമഡിനെ പറ, ഞാനും കേക്കട്ടെ. എന്താ പറ കേക്കട്ടെ. ഒരു പഴയ കോമഡി. അമ്മ കാട്ടുപോയതാണോ അതോ പുലി നാട്ടിൽ വന്നാണോ? സോറി, ക്ഷമിക്കണം. അവനൊരു അബദ്ധം പറ്റി പോയതാ. ആശാൻ ക്ഷമിക്കണം. ഇതെന്താന്നറിയോ? മണത്തോടാ. അതെ, കുന്തിരിക്കാം. കുന്തിരിക്കാൻ എനിക്ക് ഇഷ്ടാ, അതിന്റെ മണവും. എന്നിട്ട് എന്റെ പിന്നാമ്പുറത്ത് വെച്ച് പോക്കരുത്, അതെനിക്കിഷ്ടല്ല. ഇരടാ. നാളത്തെ മീറ്റിംഗിൽ ഒരു ശിഷ്യം വരും നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ. വിവരങ്ങളെല്ലാം ജിബുവിന്റെ ഫോൺ ടെസ്റ്റ് ചെയ്തേക്കാം. പൊക്കോ. ആ കൃഷ്ണൻകുട്ടി, നീ ഒന്ന് അടങ്ങ്. നമുക്ക് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാക്കാം. ആ പുലിക്കുട്ടി ഇപ്പൊ വരും. നിങ്ങളിപ്പോ പറഞ്ഞില്ലേ പുലിക്കുട്ടിയോ? പുലിക്കുട്ടിയോ? ചോര കണ്ട തലയുറ്റി വീഴാവോ? ഒരുപാട് ചോര കണ്ട് അറപ്പ് അറിയാട്ടോ. അതല്ല ചേട്ടാ, ചേട്ടൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. എവിടെ ജോലിയാണ്? ഞാൻ ഇവിടെ മെയിലേഴ്സ് ഹോസ്പിറ്റലില് ഓപ്പറേഷൻ തിയേറ്ററില്. ഈ പ്രതികാരമൊക്കെ കഥകളിലും സിനിമകളിലും മാത്രം നടക്കും. പക്ഷെ റിയൽ ലൈഫിലൊന്നും ഇതിനൊന്നും ഒരു സ്ഥാനവുമില്ല. പ്രതികാരത്തിന് വേണ്ടി ജീവിച്ചാൽ അതിനെ സമയം കാണും, ജീവിക്കാനാണെങ്കിൽ സമയവും കാണില്ല. ആ പറഞ്ഞത് ശരിയാ. നീ പഠിച്ചു ജയിച്ച ഒരു ജോലി വാങ്ങിക്കാൻ നോക്ക്. അതും ശരിയാണ്. കൊടുക്കണം, തിരിച്ചു പണി കൊടുക്കണം. നമ്മൾ ഇത്ര ആണുങ്ങൾ ഇവിടെ ഇല്ലേ? എന്റെ കൂടെ ആരൊക്കെ ഉണ്ട് അതെനിക്ക് അറിഞ്ഞാൽ മതി. ഇത് ചെറുത് ചീള് കേസ്. കംപ്ലീറ്റ് പ്ലാനും ഞാൻ ചെയ്യാം. എല്ലാം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വണ്ടി റെഡിയാണ്. ജിബോണ്ണ വണ്ടിക്കകത്തുണ്ട്. സ്വാമി അവൻ്റെ പുറകെ നിന്ന് വരും. ഓക്കെ, എല്ലാം റെഡിയാണ്. അവനിപ്പോൾ 2 ബില്ല് ഇതിലേ വരും. നിങ്ങൾ അടിക്കണ്ടേ? എനിക്കവൻ അടിക്കണം. കാരട്ടെ കുംഫു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. അത് മതി, അത് ഫോളോ ചെയ്താൽ മാത്രം മതി. സമയമില്ല നമുക്കിനി. 2 മിനിറ്റേ ഉള്ളൂ. അവൻ ഇപ്പോൾ പാസ് ചെയ്തില്ലേ? ഓക്കെ, എല്ലാം റെഡിയാണ്. ആ സ്കെച്ച് ഒന്ന് കാണിച്ചു. സ്കെച്ച് ചെയ്ത് കണ്ടോ? എല്ലാം ഉണ്ട്, വണ്ടിയുണ്ട്. ജിബുണ്ട് അതിനകത്തിരിപ്പുണ്ട്. വിശദമായ എല്ലാം ഇതിനകത്തുണ്ട്. ഇതാ സ്കെച്ച്. എല്ലാം റെഡിയാണ്. സമയം സംസാരിക്കാൻ സമയമില്ല. സ്വാമി പറയുന്നത് വരും. നമ്മൾ ചെല്ലുക, നമ്മൾ ഇവിടുന്ന് അറ്റാക്ക് ചെയ്യുക. അവൻ ഇവിടെ വരും. എല്ലാം റെഡിയാണ്, വണ്ടി റെഡിയാണ്. ഓക്കെ, മാസ്ക് ഇട്ട് നമ്മൾ എന്ത് ചെയ്യാലും മാസ്ക് ഇട്ട് വേണം ചെയ്യാൻ. ഓക്കെ, കാണോ. സ്വാമി വന്നില്ലല്ലോ, എന്തുട്ട് ചെയ്യാ? ഞാനില്ലേ, നീ കേറി അടിക്ക്. തിളക്കുന്ന രക്തം നെഞ്ചിൽ ഉരുക്കിന്റെ കടലായി, കണ്ണിൽ കത്തുന്ന തീയായി. ഞങ്ങൾക്കും ഒരു നാൾ വരും, പോരാടി ജയിക്കും നാൾ വരും. കൊടുങ്കാറ്റ് പോലാഞ്ഞടിക്കും, കാട്ടുതീ പോൽ പടരും, വലിച്ചെറിയട മുഖം മൂടി തച്ചുടക്കട കപടനാട്യങ്ങൾ.
I'm gonna kill you. I'm gonna kill you. നീ എന്തുകൊണ്ടാണ് നടക്കണം? അവിടെ ഇരിക്കി. അവൾ ഇന്നെങ്ങാനും വരൂ. അവള് നമ്മളിപ്പോ വരും ഇവിടെ. വേണ്ടടോ വരുന്നു. എടാ കുറെ പൈങ്കിളികൾ കൂടെ ഉണ്ടല്ലോ, എന്തെങ്കിലും സെറ്റ് ആയി മതിയായിരുന്നു. എടാ ആ ഓറഞ്ച് ഉണ്ടോ? അവളാണ് ഞാൻ പറഞ്ഞ കുട്ടി. കേറൂ. കേറി. എന്നാലും that lady looks better, man. ചുള്ളനാ. അവള് പിന്നെ ചുള്ളത്തിയാണല്ലോ. പോടാ. അതേടാ, അവന് നിന്നെ പോലെ ഊളിലൊക്കില്ല. എന്നെ കാണാൻ ശരിക്കും ഊളലൊക്കെ ഉണ്ടല്ലേ? നീ സെന്റി അടിച്ചില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. നീ ഊളയാ. അപ്പൊ അവളെ എനിക്ക് തന്നെ കിട്ടും. നീ കേട്ടിട്ടില്ലേ ഈ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ ഭർത്താക്കന്മാർ തനി ഊളകളായിരിക്കും? ആണോ? എന്തൊരു ഓട്ടമായിരുന്നടാ. അല്ല നിന്റെ പട്ടിയെ കണ്ടില്ല. എന്തൊരു ഡയലോഗായിരുന്നു. ജിമ്മി പോത്തില്ല, മാടയാണ് കോടയാണ്. അതല്ല ഏട്ടാ, ഓടിയിട്ടേ കാലിൽ നല്ല പെയിനാ. ഞാനേ ഒരു ലോഡറി എടുത്തിപ്പോ. ഓക്കെ. അല്ല ചേട്ടാ, ഈ സംഭവം എന്താ? നമ്മളവിടെ ജിമ്മിൻ്റെ അവിടെ ഒരു പോസ്റ്റില്ലേ, സെയിം സംഭവം അവിടെയുണ്ട്. എടാ ഇത് ഇവരുടെ ഒരു ആചാരമാണ്. ഇവിടെ ആരും ആക്സിഡൻറ്റ് മരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോടുള്ള ആദർശസൂചികമായിട്ട് ആ സമയത്ത് കൊണ്ടുപോകും. പിന്നെ എല്ലാ വർഷവും കൊണ്ടുപോകും. ഇവരുടെ ഒരു ഞാനേ ഒരു ലോട്ടറി എടുത്തിട്ട് വരാമേ. ഓക്കെ. Hello, my friend. Hello. How are you? I'm fine. Oh, my brother. Please forgive me for what I've done for you. The fighting, even that old woman that I robbed. Please forgive me. I'm a changed man now. I've repent. You know, I've been through a lot. I've been through a lot. You know, I lost my wife, lost my house, lost everything. You understand? You see that fight that I was beaten up that day? I was hit at my back and I saw a big light. Big light. And I saw Jesus Christ. And Jesus Christ was like, oh, my son, please repent and stuff like that. And I'm really, really appreciate this, that God have changed me. I'm a changed man now. Please forgive me, my brother. Please forgive me. Thank you so much, and please forgive me once more, my brother. God bless you. God bless you. Thank you so much, brother. God bless you. ഛേ, ഭയങ്കര ബോറടി. നമുക്ക് തോർ പാർക്കിൽ പോയാലോ? ഇവിടുത്തെ വീഗാനല്ലേ, പോവാം. നീ ആ മത്തായിനെ കൂടി വിളിക്കേ. അവൻ എന്തിയേ? അവൻ രാവിലെ തന്നെ മുടിയൊക്കെ സ്പാക്കായിട്ട് പോയിട്ടുണ്ടേ. അതോ വെള്ളക്കാരനെ സെറ്റ് ആക്കാനുള്ള പരിപാടിയാണ്. നമുക്കോ? നമുക്ക് വന്നാ. അത് ഈ കാശ് ചെലവ്, വണ്ടിക്കൂലി, വെറുതെ കാശ് കളയണം. അയ്യടാ എടാ, അല്ലെങ്കിൽ ഈ ഭാവിയുടെ പ്രശ്നം തന്നെയാ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ 10ാം ക്ലാസ്സിൽ എത്തിയാൽ വീശ് കുളയ്ക്കാൻ തന്നെ എൻ്റെ ടെൻഷൻ. ആ ഒരു ടെൻഷൻ ഇപ്പോഴും ഉണ്ട്. മറ്റു പല കാര്യങ്ങളായിട്ട് മനുഷ്യന്മാർക്കൊരു കുഴപ്പമുണ്ട്. ഈ പാസ്റ്റിനെ ഓർത്ത് അങ്ങോട്ട് സന്തോഷിക്കും. ഫ്യൂച്ചറിനടുത്ത് ഇല്ലാത്ത ടെൻഷൻ അങ്ങോട്ട് അടിക്കും. ഈ പ്രസന്റ് ലൈഫേ അതൊരു പ്രസന്റാണ്. ലെറ്റ് us enjoy it. നമുക്ക് അടിച്ചു പൊളിക്കാവുന്നേ. ലെറ്റ് us make some great memories. ആഹാ, നീ ആള് കൊള്ളാലോ. ഓക്കെ, ലെറ്റ്സ് മേക്ക് എ മൂവ്. ആഹാ, ജാഗോറാ. കൊള്ളാലോ. അല്ലടാ, ഞാൻ ഫ്രണ്ടിലേക്ക് കേട്ടോ. എടാ, കുപ്പിയും ഗ്ലാസും കുന്നം കൂടെ ചക്രൊക്കെ എടുത്തിട്ടില്ലേ? അവിടെ നിന്നിട്ട് പിന്നെ അതില്ല എന്നൊന്നും പറയരുത് കേട്ടോ. ആ ശരി, വിട്ടോ നേരെ വിട്ടോ. ഇത് കൊള്ളാലോ, കുറെ ബട്ടൺസ് ഉണ്ടല്ലോ. ഇതിനകത്ത് കാസറ്റ്. കൃഷ്ണൻകുട്ടി, നീ അത് കൊച്ചു മര്യാദ അവിടെ ഇരുന്നേ. എന്താണ് അല്ലേട്ടത്? എടാ എന്ത് കുന്തോ നടത്തില്ല. വണ്ടിക്കൊരു മിസ്സിങ്. പണി കിട്ടുമോ? ഇവനെയൊക്കെ പിടിച്ച് വണ്ടിയൊക്കെ ഇട്ട് ഇത് ബ്രേക്ക് ഡൗൺ ആയില്ലെങ്കിലും ഉള്ളു അതിശയം. നോക്കണ്ട, നിന്നെ തന്നെയാ പറഞ്ഞത്. സാമി മിണ്ടാരി. അതല്ലേ ഏട്ടോ, 1-2 അല്ല, പല ആവശ്യങ്ങൾക്കായിട്ട് 100-400 പൗണ്ടാ ഞാൻ ഇവന് വേണ്ടി കൊടുത്തേക്കുന്നത്. അല്ല സാമി, നീ എനിക്കൊരു 300 പൗണ്ട് തരാണ്ടല്ലോ.
തരാം ചേട്ടാ. അത് നാട്ടിൽ സപ്ലി അടിച്ച് തോറ്റിട്ടേ ഇവിടെ വന്ന് കണ്ട് മല പറിക്കാന്ന് ഇവന്റെ വിചാരം. ഓരോ മാരണങ്ങളെ കെട്ടിച്ച് വണ്ടിയൊക്കെ നോക്കണ്ട. ഈ ട്രിപ്പിനുള്ള കാശ് ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. എന്താണ് സാധനം? നീയൊക്കെ ഇങ്ങനെ കണ്ടവറ്റേന്ന് എരന്ന് തെണ്ടി ജീവിച്ചോടാ. നിനക്കൊക്കെ അതേ പറഞ്ഞു. കൃഷ്ണൻകുട്ടി ഒന്ന് വണ്ടി കയറേ വന്ന് വെറുതെ വിഷം കെട്ടെടുക്കല്ലേ. കൃഷ്ണൻകുട്ടി എവിടെ പോവാ? എങ്ങോട്ട് പോവാ? എന്ത് ചെടിയാ? അത് ചെടിയാണത്? അത് ചെടിയാണ്. അവിടെ വലിയ മരമാകുന്നത് ആരാണ്ട് ഇവിടെ കൊണ്ടിട്ട് പോയത്. എന്നാ പിന്നെ നടാൻ പാടില്ല. മരമാണെങ്കിൽ ഇവിടെ ഓണത്തിനല്ല കൂട്ടുകച്ചവടം. ഹലോ അച്ഛാ, യൂണിവേഴ്സിറ്റിയുടെ ഫീസൊക്കെ ടൈമായി, ക്യാഷ് റെഡി ആയി, പക്ഷേ ഒരു 2000 പൗണ്ടിൻ്റെ കുറവുണ്ട്. ഇപ്പം എന്താ ചെയ്യുക? അവിടെ ആരോടെങ്കിലും ചോദിച്ചിട്ട്. ഇവിടെ ആരോട് ചോദിക്കാനാ മോനെ? എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഫീസിന്റെ കുറച്ച് കാശ് ഇവിടെ ചെലവായി പോയി. 2000 പൗണ്ടിന്റെ കുറവുണ്ട്. നിനക്ക് അവിടെ എന്തെങ്കിലും ജോലി ചെയ്തിട്ട്? ഇവിടെ ജോലി കിട്ടാൻ ഭയങ്കര പാടാണ് അച്ഛാ. ഞാൻ കുറെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്കത്ര കോൺഫിഡൻസ് ഇല്ല. ഒരു ചെറിയ ജോലിയെങ്കിലും. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അച്ഛാ, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. പിന്നെ ഫീസിന്റെ കാശ് ചെലവായി പോയി. അതാണ് ഇത്ര വലിയ പ്രശ്നം ഉണ്ടായത്. എന്തെങ്കിലും ഒന്ന് അച്ഛൻ നോക്കിയിട്ട്. £2000 ഞാൻ എവിടെ പോയി ഉണ്ടാകും? മതി, ഇനി ആരുടെ മുമ്പിൽ ഇറന്ന് ജീവിക്കാൻ വയ്യ. പഠിക്കാനുള്ള പുസ്തകമല്ലേ അത്? എന്താ കാണിക്കണേ? ഞങ്ങൾക്ക് നല്ല അട്ടിയുടെ കുറവാ. നീ എന്താ ഞങ്ങളെ കുറിച്ച് ധരിച്ചത്? ഇങ്ങനെ ഒരു അവസരത്തിൽ അറിഞ്ഞും കണ്ട് സഹായിക്കാനുള്ള സുഹൃത്തുക്കളായ ഞങ്ങൾ നാട് മാറിയെന്നാണല്ലോ. ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേടാ. Come on man, chase your dreams. I am sure you will excel in your studies and get a good job. Take this. Okay? Okay? ചേട്ടാ, ഒരു 500 പൗണ്ട് കൂടി കിട്ടിയിരുന്നെങ്കിൽ. ഇനി 500 പൗണ്ട് കൂടി വേണല്ലേ? അതും ഞാൻ ഏറ്റു. ചേട്ടാ, നമ്മുടെ പാടത്തിന്റെ അങ്ങാപ്പുറത്ത് ആ കാതലൊക്കെ കല്ലിറക്കുന്നുണ്ട്. വേഗം പോ, ഇപ്പൊ വണ്ടി പോയതുള്ളൂ. എന്നാലും എന്നോട് ഒരു വാക്ക് പറയാതെ പറമ്പിൽ കല്ലടിച്ചത്. അതിനൊന്നും സുമേഷ് ബേജാറാവണ്ട. അവിടെ ഒരു ലോഡ് കല്ലിറക്കേ പൂജിറക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ബേജാറാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഹൗസിംഗ് കോംപ്ലക്സ് കിട്ടുന്ന കാര്യം. ഞാൻ ഉറപ്പായിട്ടും കാശ് തിരിച്ചു തരുവെക്കാ. ആ കാശ് തിരിച്ചു തരുമ്പോൾ ഓരോടുത്ത് മാറ്റിക്കോളും. സുമേഷ് പോയിക്ക് അതൊന്നും നോക്കണ്ട, അതൊക്കെ ഓരോടുത്ത് മാറ്റിക്കോളും. ഹലോ, ആ ഒരു ലോഡ് കല്ലവിടെ ഇറക്കിക്കോ, ധൈര്യമായിട്ട് ഇറക്കിക്കോ. അതെ, അന്ന് ഇറക്കി കൊടുത്താലോ കുറച്ച് മാറ്റി ഇറക്കിക്കോ. അന്ന് ടയർ ചെളിപ്പോണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ? പിന്നെ ഈ പൂയൊക്കെ വയ്യത്തേക്ക് കിട്ടാൻ വലിയ പ്രശ്നമാവും. അതുകൊണ്ട് ഒരു 10 രൂപ ലോഡ് അങ്ങോട്ട് അടിച്ചിട്ടൊക്കെ നമ്മളെന്തായാലും ഹൗസിംഗ് കോംപ്ലക്സ് എടുക്കാൻ പോവല്ലേ? മറ്റല്ലോ അടിച്ചുകൂടോ, ഇല്ലാണ്ട് അടിച്ചുകൂട്. സ്ഥലം നോക്കണ്ട, ഏതായാലും അടിച്ചില്ല, ഇറക്കൂട്. ഓക്കെ.
ആഹാ കൃഷ്ണൻകുട്ടി നിന്റെ ക്ലീനിങ് ആണല്ലേ? എന്തായി നിന്റെ യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ പോകാൻ തുടങ്ങിയ? അടുത്ത മാസം തുടങ്ങും. നിനക്കൊന്നും വേറെ പണിയില്ല. നീ എന്തിനാ പൂട്ടിക്കിടന്ന് കോളേജിനെതിരെ കൊണ്ട് കേസ് കൊടുക്കാൻ പോയത്? ഉണ്ടായിരുന്ന കാശ് മുഴുവൻ കണ്ട കോടതിയിൽ കൊണ്ട് കൊടുക്കും. എന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? അതുമില്ല. നീ ഇരുന്ന് ഓവറാക്കണ്ടേ ഇതുപോലെ വല്ല ക്ലീനിങ് ജോലിയാണ്. ആ ഫിഷ് മാർക്കറ്റിൽ വല്ല ക്യാഷിന് ആൻഡ് ജോലി ചെയ്ത് വല്ല കാശുണ്ടാക്കുന്നു. ഉണ്ടായിരുന്ന വീടും പറമ്പാണെങ്കിൽ പണയത്തിൽ, പീറ്റക്കാണെങ്കിൽ സപ്ലി അടിച്ച് തോറ്റു. എന്നിട്ടും അവൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം. നീ ആദ്യം എന്തെങ്കിലും ജോലി ചെയ്ത് ഒരു 5 പൈസ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് പോലെ ഈ കൈവിട്ട കളിയെ. അതെ സ്വാമി, ഈ കാറ്റും കോളും മാറിയിട്ടെ ആരും കടലിൽ കപ്പലിറക്കില്ല. ഈ വയൽ നികത്തി വീട് വെക്കുക എന്നുള്ളത് പറയുമ്പോൾ അതൊക്കെ നിയമലംഘനം തന്നെയാണ്. അപ്പം നമുക്ക് നിയമപരമായിട്ട് എന്തെങ്കിലും മുമ്പ് ആ കിഴക്കൻ രാഘവം പാടം നികത്തി വീട് വയ്ക്കാൻ പോയപ്പോൾ നിങ്ങൾ സമരമൊക്കെ നടത്തി, അത് തടഞ്ഞില്ലേ? അങ്ങനെ എന്തെങ്കിലും സമരമോ ധർണയോ ഒക്കെ നടത്തി അതൊന്ന് സ്റ്റോപ്പ് ചെയ്യിച്ചൂടെ? സുമേഷേട്ടാ, നിങ്ങൾ പറയുന്നതെല്ലാം ശരി തന്നെ. പക്ഷെ ഇത് നമ്മുടെ കാതർക്ക് ഇടപെട്ട കേസല്ലേ. അതിൽ ഞാനൊക്കെ ഇടപെട്ടാൽ അത് വലിയ പ്രശ്നമാകും. അതുകൊണ്ടാ ഈ നിയമങ്ങളൊക്കെ പാവങ്ങൾക്കുള്ളതാ. പണക്കാർക്ക് ഇതൊന്നും ബാധകമല്ല. എനിക്കും കുടുംബവും കുട്ടിയൊക്കെ ഇല്ലതല്ലേ. ജീവിക്കണ്ടേ സുമേഷേട്ടാ? ബുദ്ധിമുട്ടാ. അല്ല സാറേ, ഈ ഫോറം വല്ലതും പൂരിപ്പിച്ചു കൊടുത്താൽ നടക്കും? നടക്കൂല. എടാ കൃഷ്ണൻകുട്ടി, ഇതെന്തുവാടാ സൂട്ടും കോട്ടും ടൈയും ഒക്കെ കിട്ടി? നീ ഇപ്പൊ സർക്കസിലാ ജോലി? ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഇന്റേൺഷിപ്പ്. നല്ല കമ്പനിയായിരുന്നു. എന്നിട്ട് ഈ ഇംഗ്ലീഷ് ചിലപ്പം ശരിയാവുന്നില്ല. ഞാൻ അറിയാവുന്ന വേർഡ്സ് ഒക്കെ വെച്ച് പിടിച്ച് നിൽക്കാൻ നോക്കി. പിന്നെ കൈയൊക്കെ വെച്ച് ആങ്ങിയൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ വേർഡ്സ് ഒക്കെ വെച്ച് പിടിച്ച് ഇങ്ങനെ. അയ്യേ, എന്നിട്ട് അവർ ചോദിച്ചാൽ എനിക്ക് വട്ടാണെന്ന്. അത് അപ്പം തന്നെ എനിക്ക് മനസ്സിലായിട്ടാ. ഞാൻ പറഞ്ഞു ഐ നോട്ട് ക്രേസി. പിന്നെ ഒരു കാർപ്പൻ സെക്യൂരിറ്റി വന്ന് എന്നെ പിടിച്ചങ്ങോട്ട് പുറത്താക്കി. ഹാ, ടെറിബിൾ മാൻ, ടെറിബിൾ. എടാ, ഞാനൊക്കെ ഇവിടെ വന്നിട്ട് 10 വർഷമായി. വിത്തിൻ 1 മന്ത് നല്ല മണി പോലെ ഇംഗ്ലീഷ് പറയാൻ പഠിച്ചു. ഇപ്പോഴേ എനിക്ക് ബുദ്ധിമുട്ട് മലയാളം സംസാരിക്കാനാണ്. അല്ലടാ, നീ ഈ ബിടെക്കൊക്കെ പഠിച്ചില്ലേ? എന്നിട്ട് ഈ ബിടെക്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ഒന്നും ഇല്ലായിരുന്നു? ബിടെക്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ഇല്ല. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നീ വല്ല ക്ലാസ് കട്ട് ചെയ്ത് വല്ല വല്ലതും വായി നോക്കി നടന്നായിരിക്കും. സ്പോക്കൺ ഇംഗ്ലീഷ് ഇല്ലാതെ എന്തൊരു എഞ്ചിനീയറിംഗ് ഡേ. Sorry, mate. Can you tell me where this place is, please? Simple, man. You go straight. Go straight. Go. Again go. Down. Then the right. Again we can see. See you? You see? Above, you see. Okay, thanks, mate. Hi guys, sorry it happened really quickly. This is my girlfriend, Katie. Catherine. This is Krishnangutti. Hey Chris, nice to meet you. This is Anil Chat. Hello. Hi. Are you full English? ഭയങ്കരം തന്നിട്ട്. Oh, please no, stop it. I don't like Malayalam very weird. I only talk in English. Don't lie, Chris. When he's angry, he only talks in Malayalam. Honey, what are you talking? No, disgusting. I don't talk Malayalam. I don't like I'm pretty sure that when he's angry, he talks some pretty bad words in Malayalam. Really? Hey, Matai. Why are you fucking talking? No way. Don't do it, yeah? No, I never. You is bad, No, eh? what are you saying? No way, no. ഗഡി, ദേ ആ കമ്പനിയിൽ അവിടെ ജോലി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട. എന്ത് കമ്പനി അത്? UK റിന്യൂവബിൾ എനർജി ലിമിറ്റഡ്. ഈ വിൻഡും സോളറൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അത് ഫ്യൂച്ചർ എനർജിയാണ്. പക്ഷെ ഇവിടെ 6 മാസമല്ലേ വെയിൽ കിട്ടും. അതാണൊരു കുഴപ്പം. നമുക്ക് നമ്മുടെ നാട്ടിൽ എപ്പോഴും വെയിലല്ലേ? നാട്ടിൽ പോയൊരു സോളാർ ബിസിനസ് തുടങ്ങിയാലോ? നാട്ടിൽ എന്നിട്ട് വേണം സോളാർ കേസും പെണ്ണ് കേസൊക്കെ ജയിലിൽ കിടക്കാൻ വേണ്ടി. നാട്ടിൽ പിന്നെ എന്ത് കേസായാലും കുഴപ്പമില്ല. പക്ഷെ പെണ്ണ് കേസ് പെട്ട് പോയാലുണ്ടല്ലോ, ജനം അളകും. പിന്നെ ഹർത്താലിൽ ധർണ, മന്ത്രിമാരും രാജിവെച്ചു. നീ എന്തായാലും ഈ കമ്പനി തന്നെ ജോലി മേടിക്കണം കേട്ടോ.
UK റിന്യൂവബിൾ എനർജി ലിമിറ്റഡ്. ഒരു നത്തോലി പോലെ ചെറിയ മീനൊന്നല്ല മോനെ, വലിയ തിമ്മികളാണ്. തിമ്മികൾ, ബിഗ് ഷാർക്ക്. ഈ ബിഗ് ഷാർക്ക് എന്ന് പറഞ്ഞാൽ തിമിംഗലല്ലോ, വെയിൽസ് അല്ലേ? വെയിൽസ് ഇവിടുത്തെ കൺട്രി അല്ലേ? ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ് ആണോ? അല്ലേ? ആ വെയിൽസ് അല്ലേ വെയിൽസ്? ആണോ? ആ അതൊക്കെ പോട്ടെ. നിന്റെ ആ പെണ്ണെന്തായി? ബോയ് ഫ്രണ്ട് ഇട്ടിട്ട് പോയാ? മൂഞ്ചി. എന്തേ ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ടോൾ, ഡാർക്ക് ആൻഡ് ഹാൻസം അല്ലേ വേണ്ടേ? ഡാർക്കും ഓക്കെ, പക്ഷെ ടോളും ഹാൻസും അതാണ് പ്രശ്നം. പിന്നെ ഇവിടൊക്കെ പെട്ടെന്ന് ബ്രേക്കപ്പ് ആണെന്നാണ് കേട്ടിട്ടുള്ളത്. ദൈവമേ, ഇത് പെട്ടെന്നൊന്ന് ബ്രേക്കപ്പ് ആക്കി തരണേ. ഞാനും നേരത്തെ നിനക്ക് കേറ്റിങ്ങനെ സെറ്റായി? എങ്ങനെ സെറ്റ് എങ്ങനെ? അതൊരു വലിയ കഥയാ മോനെ. ഞാൻ പിന്നെ അവളുടെ പുറകേല് നടക്കായിരുന്നല്ലോ കുറെ നാളായിട്ട്. പിന്നെ ഞങ്ങളൊരു ദിവസം നമ്മുടെ ഇന്ത്യൻ ഫുഡിനെ പറ്റി ഒന്ന് സംസാരിച്ചു. So, what's your favorite Indian food? Pizza, burger. Indian food. Oh, Indian food. It's a white, round, spongy cake thing. Spongy. Yeah, spongy. Yeah. Made with the steam and the rice flour. Yes. White color. White. Oh, you mean idli sambar? Yeah, idli sambar. I love idli sambar. I love it. I mean, I like idli sambar. അങ്ങനെ ഞങ്ങൾ അഗാധമായ പ്രണയത്തിലായി മോനെ, അഗാധമായ പ്രണയത്തിൽ. അഗാധമായി. ഹായ്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇതൊന്ന് തുറന്നു തരുമോ? ഇരിക്കണം. തുറക്ക്. അത്ര മതി. പറയാണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ല. അത് പിന്നെ എന്നിട്ട് പേര്? വർഷ ആൻഡ്രൂസ്. വർഷാന്ത്രമൻ, നല്ല പേര്. മൈ നെയിം ഈസ് ക്രിസ്. നൈസ് ടു മീറ്റ്. കൃഷ്ണൻകുട്ടി എനിക്കറിയാം. നമ്മൾ സെയിം യൂണിയനിലാണ് പഠിക്കുന്നത്. ഞാൻ കാണാറുണ്ട്. ഒരു സംഭവം കാണിച്ചാട്ടെ. ഇതെപ്പോ 100,000 വ്യൂവേഴ്സ്, 1,00,000 ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ട്. വേണ്ട, ഇരിക്കട്ടെ. ഇറ്റ്സ് മൈ ഗിഫ്റ്റ് ഫോർ യു. ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് ജൂൺ 10th ആണോ? അല്ല, എൻ്റെ ബർത്ത്ഡേ അതെങ്ങനെ? അതൊക്കെ ഒരു സീക്രട്ടാ. പറ നമ്മൾ ഇത്രയൊക്കെ ആസ്വദിക്ക് പ്ലീസ്. എക്സ്ക്യൂസ് മീ, എത്രയൊക്കെ? ഒന്നുമില്ല. You see, I get paid from YouTube for clicks. That's why. കൃഷ്ണൻകുട്ടി UK റിന്യൂവബിൾ എനർജി എന്നൊരു കമ്പനിയിൽ ഇന്റേൺഷിപ്പ് സ്കീം അപ്ലൈ ചെയ്തിട്ടുണ്ടോ? യെസ്, എൻ്റെ ഡ്രീമാണ് അവിടെ ഒരു ജോലി കിട്ടാൻ. വെൽ, എൻ്റെ അങ്കിളാണ് അതിൻ്റെ പ്രൊജക്ട് മാനേജ്മെൻറ്റ് ഹെഡ്. ഐ സ്റ്റേഡ് അങ്കിൾസ് ഹൗസ്, സോ ഐ സോ യുവർ ആപ്ലിക്കേഷൻ. ബിക്കോസ് ഞാൻ ആ കമ്പനിയിലായിരുന്നു, ബട്ട് ഞാൻ മിക്കവാറൊക്കെ ജോലിക്കെത്താൻ ലേറ്റ് ആവും. ആൻഡ് ഹീ ഈസ് വെരി സ്ട്രിക്റ്റ്. ഹി യൂസ് ടു സേ the strength of the chain is the strength of the weakest link in that chain. And one day ഞാൻ ആ വീക്കസ്റ്റ് ലിങ്ക് ആണെന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് ഫയർ ചെയ്തു. എനിക്ക് വേറൊരു ജോബ് റെഡി ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഹാപ്പി. ഡോണ്ട് വറി, അങ്കിളിനോട് പറഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂ റെഡിയാക്കി തരാം. ഓക്കെ? അതെ, ഇവിടെ ഈ ടൈം ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാലോ അല്ലേ? എന്ത് ടൈം? സമ്മർ ആകുമ്പോൾ ഈ 1 hour കൂട്ടും, ആൻഡ് വിൻ്റർ ആകുമ്പോൾ 1 hour കുറയ്ക്കും. എനിക്കൊരു ജോലി പോയത് അങ്ങനെയാണ്. ടൈം ചേഞ്ച് ചെയ്ത് അറിഞ്ഞില്ലേ, ഞാൻ ലേറ്റ് ആയി പോയി. I think ഈ വർഷം October 31st ആണ്, ബട്ട് യൂഷ്വലി ലാസ്റ്റ് സൺഡേ ഇൻ ഒക്ടോബർ ആണ് ടൈം ചേഞ്ച് ചെയ്യുന്നത്. മനസ്സിലായോ? Gosh, I've told you 100 times, don't shake your head like this. This is yes and this is no. You have to be confident and you just sell yourself. Have you done your research about the company? Yes, I did. Okay, good.
done, Chris. You've improved a lot. This is enough for the interview. All the best and just go smash it, my bro. Bro? അനുരാഗമായി മിഴികളിൽ പ്രണയാദ്രമായി മൊഴികളിൽ അനുരാഗമായി മിഴികളിൽ പ്രണയാദ്രമായി മൊഴികളിൽ അലിയാതെ അലിയുന്ന വർണ്ണമായി നറുമഞ്ഞിൻ കുളിരായി നീ അലിയുവാൻ എൻ ജീവനിൽ നീ നിറയുവാൻ അനുരാഗമായി മിഴികളിൽ പ്രണയാദ്രമായി മൊഴികളിൽ അലിയാതെ അലിയുന്ന വർണ്ണമായി നറുമഞ്ഞിൻ കുളിരായി നീ അലിയുവാൻ എൻ ജീവനിൽ നീ നിറയുവാൻ പല നാളായി ഉള്ളിൽ നുള്ളിൽ പ്രണയത്തിൻ ശ്രുതികൾ മീട്ടി ഈ മണ്ണിൽ നീയൻ സ്വന്തമായി പല നാളായി ഉള്ളിൽ നുള്ളിൽ പ്രണയത്തിൻ ശ്രുതികൾ മീട്ടി ഈ മണ്ണിൽ നീയൻ സ്വന്തമായി പുഞ്ചിരി പൂവിൻ ഇതളുകളായി കൊതിക്കുന്നു ഞാനെൻ മാറോടണയാ പുലർമഞ്ഞൽ തുള്ളിയായി നിറമേഴും കനവുമായി രാവിൻ തിങ്കളെ നീയൻ മകമായി അനുരാഗമായി മിഴികളിൽ പ്രണയാർദ്രമായി മൊഴികളിൽ അനുരാഗമായി മിഴികളിൽ പ്രണയാദ്രമായി മൊഴികളിൽ അലിയാതെ അലിയുന്ന വർണ്ണമായി നറുമഞ്ഞിൻ കുളിരായി നീ അലിയുവാൻ എൻ ജീവനിൽ നീ നിറയുവാൻ Yes, Krishnankutti, I think we almost finished. Will you able to share me your weakness first? Weakness. English is not my first language. I born and raised in Kerala and my mother tongue is Malayalam. Before I speak English, for some words I convert from Malayalam because it has lots of beautiful poetic words and words of beauty and richness. Usually before I speak English, I just think twice. The best part in it, I don't speak stupid because I think twice. Yeah, that's good. That's interesting, right? I think we finished our interview. We will be starting on first week of November. 1st of November is a Monday. You'll be starting on Monday. And you'll be here by 8:45. That for a 9 o'clock start, 8:45. If you come later than 8:45,
you'll be getting a warning letter, and if you come later than 9, I think that point will be terminated. All right? ഓക്കെ ഹലോ ഹലോ അച്ഛാ ഹലോ കേൾക്കുന്നുണ്ടോ? ആ പറഞ്ഞോ മോനെ, കേക്കാം. ജോലി കിട്ടി. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം മാറും. സന്തോഷമായി മോനെ. നവംബർ 31 സാലറി കിട്ടും. ഞാനപ്പോൾ കാശ് അയക്കാം. നാളെ രാവിലെ തന്നെ ഞാൻ കാതറക്കെ കണ്ട് വിവരം പറയാം. ഡിസംബർ പകുതിക്ക് ആദ്യ ഗഡു കൊടുക്കേണ്ടത്. പിന്നെ അമ്മ ഉറങ്ങിയോ? അമ്മ ഉറക്കമായി മോനെ. ഓക്കെ, എന്നാ ഞാൻ ശരി. What's this? തുറന്നു നോക്ക്. Wow, congrats, man. So, Thank you. be on time, yeah? Yeah. 8:45. So, better be there for like 8:20, 25-ish. I'll be there. My office is next to yours. Okay, then. See you. See you. And make sure you be there on time, because I need to introduce someone to you. Someone very special. Who? Surprise, surprise. ഞാനത് ഡിസംബറിൽ വരുമ്പോഴേ നമുക്കത് സംസാരിച്ച് ശരിയാക്കാം. ഓക്കെ, ശരി. എന്താ പേര് പറഞ്ഞേ? ചാക്കോ. ആ, ചാക്കോ. ഞാൻ പറഞ്ഞില്ലേ അത്? അത്രേ ഉള്ളൂ. ഓക്കെ. ആ, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? യാത്രയൊക്കെ സുഖമായിരുന്നു. ആ, അതെ അല്ലേ. ഹലോ, ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട. ഞാൻ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. ശരി. ഓക്കെ. അതെ, എനിക്ക് താമരശ്ശേരി ചുരത്തിൻ്റെ അവിടെ ഒരു പ്ലോട്ട് വിൽക്കാണ്ട്. അതിൻ്റെ ഏജന്റാ. താമരശ്ശേരി ചുരോ? ആ, ഒരു സംഭവമുണ്ട്. ബിഗ് ട്രാജഡിയാണ്. പറ. അത് ഈ ചുരം ഉണ്ടല്ലോ, ഞാനൊരു വലിയ ലോറിയിലേക്ക് വരികയായിരുന്നു. ഹെവി ട്രിപ്പായിരുന്നു. ലേശം അടിച്ചിട്ടുണ്ടായിരുന്നു. ബോസിന്റെ കൂടെ ലേശം അടിച്ചതാ. കിളി പോയി. കിളി വണ്ടിയില്ലായിരുന്നു. എൻ്റെ പൊന്നെ, വളവ് തിരിക്കുമ്പോൾ വണ്ടിയുടെ കൺട്രോൾ അങ്ങ് പോയി. ഇപ്പുറത്ത് കൊക്ക, അപ്പുറത്ത് മല, മുമ്പിൽ വളവ്. നാളത്തെ സ്കോർ. അളിയാ പോയി അടിക്കുമല്ലേ? അളിയാ, എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി കേട്ടോ. ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി മുഖത്തെ ആ ഒരു തേജസ്സും ഐശ്വര്യവും. അപ്പൊ സാധനം ഇവിടെ കിട്ടുമല്ലേ? കൊള്ളാം, കിട്ടുമോന്നോ? നിനക്ക് പുകയടിക്കാൻ ഒരു കമ്പനി കൂടി കിട്ടിയല്ലേ? അങ്ങനെ ഒരു ഓണം കൂടി ഉണ്ടു. എന്റെ അണ്ണ ഓണം ഉണ്ടു എന്ന് പറയാതെ ഓണം കുടിച്ചു എന്ന് പറയാം. ഓ, അതും ശരിയാണല്ലോ. ആ, സുരേഷാണോ? ഓ, ഞാൻ ആഘോഷത്തിനൊന്നും പോയില്ല. നമ്മുടെ ഇവിടെ തന്നെ 4 അസോസിയേഷനാണ്. ഒരിടത്ത് പോയാൽ മറ്റവന് പിടിക്കില്ല, മറ്റൊരിടത്ത് പോയാൽ ഇവന് പിടിക്കില്ല. അതുകൊണ്ട് ഈ ഓണം ഞാൻ ഇവിടെ തന്നെ അങ്ങ് കുടിച്ചു തീർത്തു. ആ, അടുത്ത പോലെ ഞാൻ എൻ്റെ ഒരു അസോസിയേഷൻ തുടങ്ങുന്നു. വേണമെങ്കിൽ മെമ്പർഷിപ്പ് എടുത്തു. അതെപ്പോ? എന്റെ അണ്ണ ആ ഫോൺ വെച്ചിട്ട് ഇതിന്റെ കൂടെ കൂട്. അതെ, എപ്പോ നോക്കിയാലും ഉണ്ടല്ലോ ഒരു പാട്ട് കൂടുമ്പോ അങ്ങനെ ആ ഫോണും ചെവി തിരികെ കൊണ്ടുവരും. ഒന്നും പറഞ്ഞില്ലല്ലോ. ആർക്ക് വേണമെങ്കിൽ കള്ള ഒന്നാമതൊരു സാധനം. നീ പുകയെടുക്കരുത് കേട്ടോ. കൃഷ്ണൻകുട്ടി, ഒരു പോയി എടുക്കടാ. അയ്യോ വേണ്ടേട്ടാ, ചുമക്കും. നീ വലിക്കടാ. അല്ല വേണ്ട, ഒരു തവണ വെച്ച് നോക്കും കുഴപ്പം. നീ വലിക്ക്. കുഴപ്പമില്ല. വരട്ടാ വരൂ. നീ ധൈര്യമായിട്ട് വലിക്കടാ. എടുക്ക്. ഞാൻ പറഞ്ഞില്ല ചുമക്കും. ഒറ്റ തവണത്തേക്കുള്ളൂ. ഒന്നോടെ വെച്ചാൽ ശരിയാവും. ഇരുത്തം കൊണ്ട് വലി. ഞാൻ പറഞ്ഞില്ല ചുമക്കും. ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല മയിലാട്ടം പോലെ തോന്നിക്കുന്നില്ലേ? നല്ല രസമല്ലേ? അതേ പറഞ്ഞേ, ഇടക്കിടയ്ക്ക് വലിക്കണം. എല്ലപ്പോഴും വലിക്കണം കേട്ടാ. ഇനി അവിടെ പിടിച്ച് അവിടെ പോയിരിക്കും. അതൊക്കെ അങ്ങോട്ട് പോയിരുന്നു കേട്ടോ. വേണ്ട സാധനം കേട്ടോ. വേണ വലിക്ക്.
നിനക്ക് മൂടായ? നല്ല മൂടായി. കഞ്ചാവൂടി അടിച്ചപ്പോ നല്ല മൂടായി. എടാ നോക്കടാ, ചന്ദ്രനാ. ആടാ അവിടെ ഫ്ലൈറ്റ് ഓടിച്ച് കളിക്കണേ. പാവങ്ങള്, അവർക്ക് ഉറക്കൊന്നുമില്ല. നമ്മൾ പ്രണയത്തിലായിരുന്നു. നമ്മളോ? എപ്പോ? അന്ന് പേമാരിയും ഉരുൾപൊട്ടലും ഉണ്ടായി. വെള്ളപ്പൊക്കത്തിൽ ഒരുപാട് ജീവൻ സ്വപ്നങ്ങളും ഒലിച്ചു. എൻ്റെ കൈകളായിരുന്നു നിന്റെ അവസാന ഫലം. കുത്തൊഴുക്ക് നമ്മളെ പിരിക്കുമ്പോൾ നീ ഒരു വാക്ക് തന്നു. അടുത്ത ജന്മത്തിൽ ഒന്നിക്കണം. ജന്മങ്ങൾ കഴിഞ്ഞു. ചക്രവാളത്തിൻ്റെ ചുവപ്പേറ്റ് ഞാനിവിടെയും, സുഖചീതളയിൽ നീ അവിടെയും. കടലുകൾ താണ്ടി ഊരുകൾ താണ്ടി ഞാൻ അലഞ്ഞു നിന്നെ തേടി. നിന്നെ ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴേക്കും നീ എന്നെ മറന്നു. നീ പോലും അറിയാതെ നിന്റെ ഹൃദയം ഒരു അപരിചിതന് കൈമാറും. ഞാനിങ്ങിവിടെ നിശബ്ദതയുടെ അസ്വസ്ഥതയിൽ വീർപ്പുമുട്ടുമ്പോൾ നിന്റെ ആ വാക്കുകൾക്ക് വേണ്ടി കാവൽ. നമുക്ക് ഇനിയൊരു ജന്മമുണ്ട്. ഒന്നിക്കാം. നിനക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണോ? എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. നാളെ രാവിലെ ചേട്ടൻ ശരിയാക്കി തരാം കേട്ടോ. എടാ അവന് വായിലൊരു പാൽക്കുപ്പി വെച്ചു കൊടുക്കാം. ഹായ്. എന്ത് പറ്റിയടാ? പനി പിടിച്ചാ? പനി പിടിച്ചല്ല. അയ്യേ, എന്തോന്നാണിത്? ഞാനേ എല്ലാവരും പറഞ്ഞു എന്താടാ പ്ലീസ് കാണിച്ചു തരാടാ. ജിബോണാ, ജിബോണാ. എന്താ കൈമ? ടാറ്റു. എന്താ ടാറ്റു? നോക്കട്ടെ. നാണല്ലേടാ നിനക്ക്? ടാറ്റു ടു ടു. കൈ കാണിച്ചേ. നോക്കട്ടെ നോക്കട്ടെ. അയ്യേ കൂടാ. അതെ, ഒരു 400 പൗണ്ട് ഇങ്ങോട്ട് തരാനുണ്ട്. ആ കാശ് എനിക്ക് കിട്ടണം. ഞാൻ ഒരു 2 ദിവസം സമയം തരും. എനിക്ക് എന്ത് ചെയ്യുവോ ഏത് ചെയ്യുമെന്ന് എനിക്കറിയണ്ട. ആ കാശ് എനിക്ക് കിട്ടണം. ഞാൻ അങ്ങനെ അറേഞ്ച് ചെയ്യാം. എന്നാ കൊള്ളാം. എൻ്റെ ഒരു ടാറ്റു. ഒരു 3500 പൗണ്ടിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ജസ്റ്റ് റോളിങ് നടത്തിയതാ. പക്ഷെ പണി കിട്ടി. ഞാൻ ഇവിടെ താമസിക്കുന്നവർക്ക് ആർക്കും അറിയത്തില്ല. എൻ്റെ ചാക്കോ, നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളെ ഇത് തന്നെ ലൈഫ് വെച്ചിട്ടുള്ള കളിയാ. പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ ഏരിയയിൽ താമസിക്കുന്നവർക്ക് ആർക്കും അറിയത്തില്ല. പിന്നെ പെങ്ങളുടെ കല്യാണം ഡിസംബറിൽ. ഞാൻ വേറൊന്നും ആലോചിച്ചില്ല. എടാ എടാ, നീ ഒരു കാര്യം ചെയ്യ്. നീ പുറത്തൊന്നും ഇറങ്ങണ്ട. നീ ഇവിടെ നിന്ന് വിട്ടേക്ക്. നാട്ടിൽ പോയി നിന്നോ. ടിക്കറ്റ് ഞാൻ ശരിയാക്കാം. $300,000 to $50,000. Can I have 5, please? കൊണ്ടേയിരിക്കും. ഭാഗ്യം അതൊരു പണ്ടാര സാധനം. അത് എപ്പം എങ്ങനെ ഏത് വഴിക്ക് വരും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കൊണ്ടേയിരിക്കും.
ആ ഞാനാ എയർപോർട്ടിൽ നിന്ന് ആ വിളിക്കാം. ആ നമ്മുടെ ചാക്കോടെ ബോഡി പോയിട്ടോ. ഓക്കെ സ്വാമിയേട്ടൻ പോയിട്ടുണ്ട് ഓക്കെ. ഇവിടെ. സ്വാമിയേട്ടൻ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരാന്ന് പറഞ്ഞു. ഞാനൊരു 2 മണിക്കൂർ വീട്ടിലേക്ക് ആ വരാം. ആ ശരിടാ. വീട്ടിൽ കാണില്ലേ? ഓക്കെ ശരി. എന്നാ ഓക്കെ എന്നാ. ഓക്കെടാ. ഓക്കെ ഓക്കെ. ഇതെൻ്റെ മണ്ണാണ്. 7 തലമുറകളുടെ രക്തവും വിയർപ്പും വീണ് കുതിർന്ന എൻ്റെ മണ്ണ്. എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തന്ന സ്വർണം വിളയുന്ന എൻ്റെ മണ്ണ്. കൃഷ്ണൻകുട്ടി, നമ്മളീ കാണുന്നതൊന്നുമല്ല ലോകം. നമ്മുടെ ലോകം പുറത്തുമല്ല, നമ്മുടെ ലോകം നമുക്കുള്ളിലാടാ. ചില ആൾക്കാരെ നമ്മൾ ഒരുപാട് സ്നേഹിച്ചുകൊണ്ടിരിക്കും. അവരെത്ര വെറുത്താലും നമ്മളവരെ ഒരുപാട് സ്നേഹിക്കും. ചില ആൾക്കാരെ നമ്മൾ ഒരുപാട് വെറുക്കും. ആ വെറുക്കുന്ന ആൾക്കാരൊക്കെ പാവങ്ങളായിരിക്കും. നമ്മൾ പുസ്തകത്തിലും ടി വിയിലും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ലണ്ടൻ, അവിടുത്തെ ലൈഫ് സ്റ്റൈൽ, അടിപൊളി ജീവിതം. പക്ഷേ അവിടെ പോയാലും എവിടെ പോയാലും നമ്മൾ അധ്വാനിച്ചാലേ നമ്മുടെ വയറ് നിറയും. എല്ലാം ഒരു തരം അക്കരപ്പച്ചയാടാ, അക്കരപ്പച്ച. സംതിങ് റോങ്. എടാ എങ്ങോട്ടാടാ ഓടുന്നേ? എവിടെ ഓടിയാലും അവസാനം നീ ഇവിടെ തന്നെ എത്തും. എടാ എന്തൊക്കെ മിസ്സിംഗ് ആണ്. എന്ത് മിസ്സിങ്? നീ വന്നേ. എന്നോട് ഞാൻ പറഞ്ഞില്ലേ നീ ഏടെ ഓടിയാലും അവസാനം ഇവിടെ തന്നെ എത്തുന്നു. ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കുന്നു. ഒന്ന് പോടാ. ബിഗ് ബെൻ. എടാ അത് ക്ലോക്ക് ടവറടാ, ക്ലോക്ക് ടവർ. നിനക്ക് എന്താ പ്രേമമൂത്ത് ഭ്രാന്തായ? പ്രോപ്പർലി കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. ഇല്ലേ? കേൾക്കുന്നുണ്ട്. കുർലയോ മലബാറോ? എന്തോ റോങ്, സംതിങ് റോങ്. നോക്കി, ബിഗ് ബെൻ അവിടെ, അണ്ടർഗ്രൗണ്ട് ട്രെയിൻ ഇവിടെ. നീ എന്തേ പറയണേ? എടാ ഇത് ഡ്രീമാണിത്. എടാ എൻ്റെ ജോലി ഞാൻ. എടാ നീ അങ്ങോട്ടേ പോന്ന്. പ്ലീസ് പറ. എടാ എനിക്ക് ജോലി കിട്ടിയ എടാ പറയാൻ നിനക്ക് ഭ്രാന്താണ്. എത്ര പ്രാവശ്യം ഒരേ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിനക്ക് ജോലിയും കിട്ടില്ല, അവിടെയും കിട്ടില്ല. നിങ്ങളുടെ പാടത്ത് കാതർക്ക് ഹൗസിൽ പോകണം തുടങ്ങി. നിന്റെ ചികിത്സ കൊണ്ടിട്ട് നിന്റെ അച്ഛൻ ഒരുപാട് പൈസ ചെലവാക്കി. നീ ഇപ്പൊ വേറൊരാളെ പറമ്പില പണിയെടുക്കുന്നു. ഇത് സ്വപ്നാണ്. നോ. എന്ത് നോ? അഥവാ ഇതൊരു സ്വപ്നാണെങ്കിൽ തന്നെ നിനക്ക് അവളെയും കിട്ടാൻ പോകുന്നില്ല, ജോലിയും കിട്ടാൻ പോകുന്നില്ല, ഒരു നാക്കും കിട്ടാൻ പോകുന്നില്ല. നിന്റെയൊക്കെ സ്വപ്നരാജ്യം വെറും അക്കരപ്പച്ചയുടെ അക്കരപ്പച്ച. ലൂസർ. നീ ഇറങ്ങായ? അല്ല എനിക്ക് പോകണം. ഓൾ ദ ബെസ്റ്റ് കേട്ടോ. നന്നായിട്ട് വാ. കർത്താവേ ഇതും കൂടി കളഞ്ഞു കുടിച്ച് വരുവാണ്. ഇല്ലില്ല, ഓൾ ദ ബെസ്റ്റ്. എങ്ങോട്ടാ രാവിലെ തന്നെ?
ചേട്ടാ ജോലി ജോലിക്കോ? നീയോ? എന്നോട് കളി ഇറക്കല്ലേ? ഇല്ല, സമയമായി ചേട്ടാ. ഒരു 400 പൗണ്ട് ഉണ്ട് എടുക്കാൻ. ഇപ്പൊ കാശൊന്നും ഇല്ല ചേട്ടാ. എന്താ പോക്കറ്റിൽ എന്താ? പോക്കറ്റിൽ മൊബൈലാണ്. മൊബൈലാ? കാണിച്ച്. മൊബൈല് കൊള്ളാലോ. ടൈമായി ഇപ്പോൾ മൊബൈല്. അത് ഒരു കാര്യം ചെയ്യും, സിം കാർഡ് നീ വെച്ചു. ചേട്ടാ ഫോൺ എൻ്റെ ഇരിക്കട്ടെ. തൽക്കാലം ആ 400 കൊണ്ട് തരണ്ട. ചേട്ടാ ഫോൺ ഞാൻ അങ്ങ് എടുക്കുക. മൊബൈൽ എനിക്ക് നാട്ടിലയക്കാം. പുതിയ ജോലിക്ക് പോകാനുള്ളതാണ്. ജോലിക്ക് പോകും. അല്ല മൊബൈല് ജോലിക്ക് പോടാ. ഫോൺ. If you come later than 8:45, you'll be getting a warning letter. And if you come later than 9, I think that point will be terminated. And if you come later than 9, will be terminated. നമ്മൾ പുസ്തകത്തിലും ടി വിയിലും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ലണ്ടൻ, അവിടുത്തെ ലൈഫ് സ്റ്റൈൽ അടിപൊളി ചെയ്യും. എല്ലാവരും അക്കരപ്പച്ചയാണ്, അക്കരപ്പച്ച. ഭാഗ്യത്തിന് വേണ്ടി നമ്മൾ ചൂണ്ടയിട്ടുകൊണ്ടേയിരിക്കും. ഭാഗ്യം അതൊരു പണ്ടാര സാധനം. അത് എപ്പം എങ്ങനെ ഏത് വഴിക്ക് വരും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചൂണ്ടയിട്ടുകൊണ്ടേയിരിക്കും. സുമേഷേട്ടാ, പിന്നെ ആ കാതർക്കാൻ്റെ വണ്ടിയാ വരുന്നുണ്ട് നമ്മുടെ പാടത്ത് കല്ലിറക്കാൻ വേണ്ടി കേട്ടോ. ഞാൻ രണ്ടുപേരും കൂടി ചോദിക്കാൻ പോവാ. നിക്ക്, അവൻ ജോലിക്ക് കയറുന്നതിന് മുമ്പ് ഫോൺ വിളിക്കുന്ന പറഞ്ഞിട്ടുള്ളത്. അവൻ വിളിക്കും, എന്നിട്ട് പോയാൽ മതി.
പറ്റി വയ്യാതിരിക്കുന്നേ? You're 40 minutes early today. കളിയാക്കണ്ട. ഈ ജന്മം മുഴുവൻ ഇറന്ന് ജീവിക്കാനുള്ള ഗതി കിട്ടാനുള്ള ദൈവമേ. Hey, come on. Where's your phone? And why didn't you reply to my text? ഫോണ് പോയി. സാമിയോട്ട് കൊണ്ടുപോയി. പുള്ളി കാശ് കൊടുക്കാണ്ടായിരുന്നു. ഇന്ന് ഏതാ ദിവസം അറിയോ? 1 നവംബർ മൺഡേ. Okay, look. എനിക്കൊരു ഫോണൊന്നും വേണ്ട. അതല്ല. ഒക്ടോബറിൽ ഇനി സൺഡേ ഉണ്ടോ? ലാസ്റ്റ് സൺഡേ ഇന്നലെ കഴിഞ്ഞില്ലേ? ഇനി സമയം നോക്കിയേ. 8:20. എൻ്റെ വാച്ചിൽ 9:20. സംഭവം മനസ്സിലായിട്ടില്ല അല്ലേ? കൃഷ്ണൻകുട്ടി, 1 hour സമ്മർ ഡേ ലൈറ്റ് സേവിങ് ഇന്നലെ കഴിഞ്ഞു. സോ നമുക്ക് 1 hour ഇനി കുറയ്ക്കാം. അതെ, ഇവിടെ ഈ ടൈം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാലോ അല്ലേ? എന്ത് ടൈം? സമ്മർ ആകുമ്പോൾ ഈ 1 hour കൂട്ടും ആൻഡ് വിന്റർ ആകുമ്പോൾ 1 hour കുറയ്ക്കും. എനിക്കൊരു ജോലി പോയത് അങ്ങനെയാണ്. ടൈം ചേഞ്ച് ചെയ്ത് അറിഞ്ഞില്ലേ, ഞാൻ ലേറ്റ് ആയി പോയി. ഞാനത് മറന്നു. Just give me your watch. See, you don't have to worry anymore. You're 40 minutes early to work, not 20 minutes late. Oh, thank you. പിന്നെ ഫോണിൻ്റെ കാര്യം അത് ഞാൻ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. So I can claim it. So you're gonna get a brand new phone. Happy now? ആ ഫോൺ തരുമോ? അച്ഛൻ വിളിക്കാം. താങ്ക്സ്. ഹലോ അച്ഛാ. ആ റെഡി ആയിട്ടാ? ആ ജോലി റെഡി. ആ ഇപ്പൊ കയറാൻ പോവാണ്. ശരി മോനെ, ശരി, എല്ലാം നന്നായി വരും. നീ ഒന്നും പേടിക്കാനില്ല. വാ. നീ എന്താ ഇവിടെ? നീ കൃഷ്ണൻകുട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കൃഷ്ണൻകുട്ടി കേട്ടിട്ടുണ്ട് ഞാൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആൻറ്റിക്ക് എന്തോ വാങ്ങിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഓഫീസ് കഴിയുമ്പോൾ ഞാൻ വിളിക്കാം. അപ്പോൾ റെഡി ആയിട്ട് നിന്നു. കൃഷ്ണൻകുട്ടി, നിന്നെ എനിക്കൊന്ന് കാണണം ഒറ്റയ്ക്ക്. Sorry, he was a bit rude. It's okay. Vinod and yeah, he's my brother. Really? So what? Brother. Yeah, brother. You know something? എനിക്ക് കൃഷ്ണൻകുട്ടിയെ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. Do you love me? പ്രണയത്തിൻ ശ്രുതികൾ മീട്ടി ഈ മണ്ണിൽ നീ സ്വന്തമാ. പല നാളായി ഉള്ളിനുള്ളിൽ പ്രണയത്തിൻ ശ്രുതികൾ മീട്ടി ഈ മണ്ണിൽ നീ സ്വന്തമാ. അങ്ങനെ ആ ഈച്ച പരുന്തിനോട് പറഞ്ഞു, എനിക്കും ചിറകുണ്ട്, ഞാനും പറക്കട്ടെ. ഞരമ്പിൽ തിളക്കുന്ന രക്തം, നെഞ്ചിൽ ഉരുക്കിന്റെ കനലായി